فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أما بعد فإن خير الكلام كلام الله وإن خير الهدي هدي محمد صلى الله عليه وسلم وإن خير الدين دين محمد صلى الله عليه وسلم وإن خير الأمة أمة محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أما بعد من رأى منكم منكرا فليغير بيده فإن لم يستطع بلسانه وإن لم يستطع بقلبه وذلك أضعف الإيمان قال رسول الله صنفان من أمتي إذا صلح صلح الناس كلهم إذا فسد فسد الناس كلهم قال رسول الله. ബഹുമാന്യരായ അധ്യക്ഷൻ, മഹല്ല കമ്മിറ്റി പ്രസിഡന്റ്, സെക്രട്ടറി, വേദിയിലുള്ള ആലിമീങ്ങളെയും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. സലാം പറഞ്ഞ യാതൊരു ലക്ഷണവും കാണാനില്ല. അസ്സലാമു അലൈക്കും. അതൊന്ന് ആദ്യം പഠിക്കാം. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ഈ മഹലിനെ കുറിച്ച് ഒരു വളരെ ഉത്തരവാദിത്ത ബോധമുള്ള മഹലായിട്ടാണ് ഈ വിനീതൻ കാണുന്നത്. ഒരു മതേതര രാഷ്ട്രത്തില് മതത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യമൊന്നും മതേതര സർക്കാരിൽ നിന്ന് അധികമൊന്നും ഉണ്ടാവില്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ ഒന്ന് അതാണ് അർത്ഥം. അങ്ങനെ നാട്ടിൽ ഒരു മഹല്ല് വാസ്തവത്തിൽ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കാണ്. മുസ്ലിങ്ങളുടെ സർവ്വകാര്യങ്ങളും ചർച്ച ചെയ്യലിയും പള്ളി കമ്മിറ്റിയുമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കുകയും അങ്ങനെ നമ്മൾ പ്രവർത്തിക്കുകയും വേണം. നമ്മൾ മുസ്ലിങ്ങളാണെങ്കിലും മുസ്ലിങ്ങളിൽ ഭൂരിഭാഗത്തിനും കിട്ടിയിരിക്കുന്ന ഇൽമ് 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ 7ാം ക്ലാസ്സോ അത്. നമ്മളിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം, ബുദ്ധി ഉറച്ചതിന് ശേഷം ഭൂരിഭാഗം മുസ്ലിമിനും ഇൽമ് കിട്ടിയിട്ടില്ല എന്നതാണ്. ശരിയല്ലേ? അല്ല, ഇതാണ് മുസ്ലിമിന്റെ ഒന്നാമത്തെ പ്രശ്നം. അതാണ്. മദ്രസയിൽ പോയെങ്കിലും പണ്ടൊക്കെയാണ് 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ തന്നെ ധാരാളമായി. ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു 7-10 വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ബുദ്ധി ഉറച്ചതിന് ശേഷം ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കാനുള്ള വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നു എന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. ഇസ്ലാമിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതോടൊപ്പം തന്നെ ഇത്തരം പരിപാടി നടത്തുന്നതിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്തിന് ഇത് നടത്തുന്നു എന്ന് ആർക്കെങ്കിലും സംശയമുണ്ട് എങ്കിൽ അതിന് ഉള്ള ഒരു ഹദീസാണ് ഞാൻ ആദ്യത്തിൽ കേൾപ്പിച്ചത്. മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറു ബിയദിഹി. ആരെങ്കിലും ഒരു തെറ്റായ കാര്യം ചെയ്യുന്നത് കണ്ടാൽ കൈകൊണ്ട് തടയാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ. ആ ഫാവിന് പ്രത്യേക അർത്ഥമുണ്ട് എന്ന് കിതാബ് ഓതിയവർക്കറിയാം. അങ്ങനെ കൈകൊണ്ട് തടയാൻ സാധ്യമല്ല എങ്കിൽ നാവ് കൊണ്ട് തടഞ്ഞുകൊള്ളട്ടെ. അങ്ങനെ നാവ് കൊണ്ടും തടയാൻ കഴിയുന്നില്ല എങ്കിൽ കൽബ് കൊണ്ട് വെറുത്തുകൊള്ളട്ടെ. ഈമാൻ, 3-1 മുസ്ലിം ചെയ്തേ പറ്റൂ. അപ്പോ 4ാമതൊരു ഗ്രൂപ്പ് ഇതിലുണ്ടാവരുത്. ഹദീസാ ഞാൻ പറഞ്ഞത്. എവിടെയാണ് നിൽക്കേണ്ടത്? ഒരു തെറ്റായ കാര്യം കണ്ടാൽ കൈകൊണ്ട് തടയാൻ എല്ലാവർക്കും കഴിയൂല. കഴിയുമെങ്കിൽ തടയണം. മകനാണ് അനാവശ്യം പ്രവർത്തിച്ചതെങ്കിൽ കൈകൊണ്ട് തടയാൻ കഴിയും. അതിന് കഴിയില്ല എങ്കിൽ നാവ് കൊണ്ട് അത് പറ്റി പറയണം. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഖൽബ് കൊണ്ട് വെറുത്തേ പറ്റൂ. ഇതൊരു മുസ്ലിമിന്റെ കടമയാണ്.
ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. പിന്നെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നു? ഇവിടെ അങ്ങനെ ചോദ്യം ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല. എന്നാലും ചോദ്യം വരുന്നുവെങ്കിൽ ഇസ്ലാമിനെ പറ്റി വേണ്ടത്ര പഠിക്കാത്തത് കൊണ്ട്. ആദ്യം നമ്മളൊക്കെ തന്നെ മനസ്സിലാക്കേണ്ടത് നമുക്കൊക്കെ ഇസ്ലാമികമായ വിവരം വളരെ കുറവാണ്. ഇതാദ്യം പഠിക്കുക. വിവരമില്ല എന്ന വിവരമാണ് ഏറ്റവും വലിയ വിവരം. ഏതാ ഏറ്റവും വലിയ വിവരം? വിവരമില്ല എന്ന വിവരമാണ് ഏറ്റവും വലിയ വിവരം. ആളുകൾ പറഞ്ഞു, ശാസ്ത്രം വളർന്നു, ഇന്റർനെറ്റ് വന്നു, അതൊക്കെ വന്നോട്ടെ, ഞമ്മക്ക് ഓരോരുത്തർക്കും ഇൽമത്രണ്ട്, അത് പറയും. ഇതൊക്കെ പെരുപ്പിച്ച് നമ്മൾ പറയുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഇൽമത്രയുണ്ട്. പലരുടെയും നിസ്കാരം പോലും സഹിയാവുന്നില്ല എന്നതാണ് സത്യം, അല്ലേ? നെറ്റി മറച്ചുകൊണ്ടുള്ള സുജൂദ്, ഇത് നിർബന്ധമായ കുളി, നനയോട്ടിയൊട്ട് മുഴുവൻ നനയൂല, അങ്ങനത്തെ കുളി, അതിലേക്കൊന്നും ഇപ്പൊ ഞാൻ വരുന്നില്ല. നമുക്ക് ഇൽമ കുറവാണ്. വാസ്തവത്തില് ദഅവത്ത് നടത്തുക എന്നത് ഒരു നിലക്ക് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ്. വൽഅസ്രി ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ഇവിടെ എന്താ പറയുന്നത്? പരസ്പരം ഹഖ് കൊണ്ട് ഉപദേശിക്കുക എന്നത് അത് ചെയ്യാത്തവൻ നഷ്ടത്തിലാണ്. ഞാൻ പ്രസക്ത ഭാഗം മാത്രമേ അർത്ഥം പറഞ്ഞിട്ടുള്ളൂ. വിശ്വസിക്കണം, നല്ല അമലുകൾ ചെയ്യണം, ഹഖ് കൊണ്ട് എന്ന് പറഞ്ഞാൽ ദീൻ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുക എന്നത് നമ്മൾ ഓരോരുത്തരും കടമയാണ്. അല്ലാത്തവർ നഷ്ടത്തിലാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ സുന്ദരമായ ഒരു മതം. സാധാരണ അർത്ഥത്തിലുള്ള ഒരു മതമല്ല ഇസ്ലാം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മതം എന്ന് പറഞ്ഞാൽ പലർക്കും പ്രാധാന്യമുള്ള കാര്യമല്ല. മതത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് മുസ്ലിമീങ്ങളാണ്. മുസ്ലിമീങ്ങൾ മതത്തിന് നൽകുന്നത്ര പ്രാധാന്യം ലോകത്ത് വേറെ ആരും നൽകുന്നില്ല. അത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കണം. എന്ത് മതത്തിന് പ്രാധാന്യം നൽകുന്നു? അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല. നമുക്ക് ദുനിയാവിനേക്കാളും പ്രധാനപ്പെട്ടത് പരലോകമാണ് എന്ന കാരണത്താൽ. അതുകൊണ്ടാണ് മതത്തിന് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ സിസ്റ്റമാറ്റിക് മദ്രസ, 2 വിദ്യാഭ്യാസ ബോർഡ് സുന്ദരമായി പ്രവർത്തിക്കുന്നു. 10,000-കണക്കിന് മദ്രസയാണ് 2 വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ ഇവിടെ നടന്നു വരുന്നത്. മറ്റുള്ളവർക്ക് ഇത്തരത്തിലുള്ള സിസ്റ്റമാറ്റിക്കായ മദ്രസയുണ്ടോ? മതപഠനമുണ്ടോ? പരലോകമുണ്ടോ? വേറെ മറ്റതുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ പറയാറുണ്ട് ചാത്തപ്പൻ മാഷറായ ഒരു നാടൻ ഭാഷയാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകമല്ല പ്രധാനപ്പെട്ടത്, പരലോകമാണ് പ്രധാനപ്പെട്ടത്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അത് നമ്മൾ അറിയണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇബാദത്താണ്. ഇബാദത്താണ്. പരലോകം നമുക്കുണ്ടാവാൻ ചെയ്യേണ്ടത് ഇബാദത്താണ്. ഇനിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിച്ചു എന്നത് ഇതൊരു ഇബാദത്താണ്. ഇതിങ്ങനെ മനസ്സിലാക്കണം. ഇതെന്തിനാണ് സംഘടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഒരു ഇബാദത്താവാൻ, സ്വർഗം അല്ലാഹുവിൽ നിന്ന് വില കൊടുത്തു വാങ്ങേണ്ടിയിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുകയാണ്, സ്വർഗം അല്ലാഹുവിൽ നിന്ന് വില കൊടുത്തു വാങ്ങേണ്ടിയിരിക്കുന്നു. എന്താണ് ആ വിലയുടെ പേര്? പറയും നിങ്ങൾ. ഇബാദത്ത്. ഇബാദത്ത് എന്ന വില കൊടുത്ത് അല്ലാഹുവിൽ നിന്ന് വാങ്ങേണ്ടതാണ് സ്വർഗം. അല്ലാഹു വെറുതെ തരൂല, അല്ലാഹു വെറുതെ തരില്ല. അപ്പൊ ഇത്തരം പ്രവർത്തനം അതൊരു ഇബാദത്താണ്. ഇത്രയും സഹകരണമുണ്ടായി എന്നത് ഒരു ഇബാദത്താണ്. നിങ്ങളൊക്കെ വന്നു എന്നത് ഇബാദത്താണ്. എങ്ങനെയാണ് ഇബാദത്താകുന്നത്? ഖുർആനിൽ അല്ലാഹു പറയുകയാണ്,
എങ്ങനെ ഇബാദത്താകുന്നു? തഖ്വക്കും നന്മക്കും സഹകരിക്കണം. ഇതൊരു നല്ല കാര്യമാണ്. സാമ്പത്തികമായും സമയം കൊണ്ടും പ്രചരിപ്പിച്ചും ആളുകളെ ക്ഷണിച്ചും നിങ്ങൾ ചെയ്തുവെങ്കിൽ നന്മക്കാണ് നിങ്ങൾ സഹകരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതുകൊണ്ട് എന്താണ് നേട്ടമെന്ന ചോദ്യം മനസ്സ് തോന്നുന്നുവെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇസ്ലാമിനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കാതെ പോയി എന്നതാണ് സത്യം. ഇവിടെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇസ്ലാമിന്റെ സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയ ഏത് പ്രസ്ഥാനമാണ് ലോകത്തിൽ നിലവിലുള്ളത്? ഇസ്ലാം സാധാരണ പോലുള്ളൊരു മതമല്ല. ഭൗതികമായ ശാസ്ത്രീയമായ പുരോഗതിയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. മനുഷ്യൻ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കൂ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന്. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടത്? മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഇങ്ങനെയല്ല, കുറച്ചാളെ മുന്നിട്ടിട്ട് മുന്നിൽ സദസ്സിലേക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടൊക്കെ ക്ലാസ് എടുക്കുക. അത് കുറെ ദൂരത്തായി പോയി. എന്താണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്? സുഖം. ശരിയാണോ? അല്ലേ? അല്ല. അതിനേക്കാൾ പ്രധാനപ്പെട്ട വല്ലതും നിങ്ങൾ വിളിച്ചു പറഞ്ഞോളൂ. സുഖല്ലേ? സുഖത്തെക്കാൾ പ്രധാനപ്പെട്ട വല്ലതും ഉണ്ടോ? ഉണ്ടോ? ആർക്കും തോന്നുന്നുണ്ടോ? പണം, ആരോഗ്യം, തെരഞ്ഞെടുപ്പ്, അധികാരം, അതൊക്കെ എന്തിനാ? സുഖത്തിന്. ആ മനഃശാസ്ത്രം ആദ്യം പഠിക്കും. ഇപ്പൊ നാട്ടില് സംഭവം ഉണ്ടായല്ലോ, അതെന്തിനാ? അതും സുഖത്തിനാ. പക്ഷെ ഹറാമായി മാത്രം. അതും സുഖത്തിനാ. ഇവിടെയാണ് നമ്മൾ മനഃശാസ്ത്രം പഠിക്കേണ്ടത്. രണ്ടു തരം സുഖമുണ്ട്. ഏതൊക്കെയാണ്? ഹലാലായ സുഖം, ഹറാമായ സുഖം. അതും പഠിച്ചോളൂ. രണ്ടു തരം. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുഖമാണ്. അതാദ്യം മനസ്സിലാക്കുക. നമ്മുടെ വിദ്യാഭ്യാസ ചിന്തകന്മാർ പോലും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. സുഖമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. Man is a pleasure-seeking animal who wants to avoid pain. വേദനയിൽ നിന്ന് വിട്ടുനിന്ന് സുഖം അന്വേഷിക്കുന്ന ജീവിയാണ് മനുഷ്യൻ. മനുഷ്യന്റെ പ്രവർത്തനത്തിന് രണ്ട് ലക്ഷ്യമേ ഉള്ളൂ. ഒന്നുകിൽ സുഖം കിട്ടുക, അല്ലെങ്കിൽ വേദനയിൽ നിന്ന് വിട്ടുനിൽക്കുക. മൂന്നാമതൊരു ലക്ഷ്യം മനുഷ്യന്റെ പ്രവർത്തനത്തിനില്ല. ഇനി മുസ്ലിമിന്റെ ലക്ഷ്യം എന്താണ്? നമ്മൾ പറയും ഈമാനോടുകൂടി മരിക്കുക എന്ന്. എന്തിനാ ഈമാനോടുകൂടി മരിക്കുന്നത്? സ്വർഗം കിട്ടാൻ. സ്വർഗം എന്തിനാ? അത് സുഖത്തിനാണ്. സ്വർഗം എന്തിനാണ്? അത് സുഖത്തിനാണ്. അത് തന്നെയാണ് ഇസ്ലാം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന. മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുഖമാകുന്നു. പക്ഷേ നിങ്ങളുടെ നാട്ടിലെ ആ സംഭവം ഉണ്ടായപ്പോൾ അവർ രണ്ടുപേരും സുഖിച്ചുവെങ്കിലും, സുഖിച്ചു എന്നൊന്നും ഉറപ്പിക്കണ്ട, ഇതിന്റെ മനഃശാസ്ത്രത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ഇത് ഈ സംഭവങ്ങളുടെ മനഃശാസ്ത്രം എന്താണ് എന്നതിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വരാം. ഒരാഴ്ചയിൽ ഒരു കേസെങ്കിലും ഇത് എന്റെ അടുത്ത് എത്താറുണ്ട്. ഇത്തരം കേസ് ഒരാഴ്ചയിൽ ഒന്നെങ്കിലും എത്തും. അത്രയും വ്യാപകമായിട്ടാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് സൂചിപ്പിക്കുക. ഏതായാലും ആവട്ടെ. അപ്പൊ നമുക്കെല്ലാവർക്കും വേണ്ടത് സുഖമാണ്. ഉണ്ടായി, വേദനയുണ്ടായി, ഉണ്ടായില്ലേ? വിഷമമുണ്ടായി. പടച്ച റബ്ബേ, ഇത് ഈ മഹലിൽ സംഭവിച്ചു പോയല്ലോ എന്ന്. പ്രത്യേകിച്ചും മറ്റു മഹലുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെയധികം അച്ചടക്കമുള്ള ഒരു മഹൽ. നിങ്ങൾ ആദ്യം പറഞ്ഞ ജുമാന്റെ ശേഷം പ്രാർത്ഥന കഴിഞ്ഞിട്ട് മാത്രമേ പുറത്തു പോകാവൂ എന്ന ആ ഒരു അച്ചടക്കം ഇൻഷാ അല്ലാഹ് ഞങ്ങളുടെ മഹലിൽ ഞങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെ ശ്രമകരമായ അധ്വാനം കൊണ്ട് മാത്രമാണ് അങ്ങനെ നേടിയെടുത്തത്. രണ്ടാമത്, പല പള്ളിയിലും പോയി നോക്കേണ്ടി വലിയ മനുഷ്യന്മാരടക്കം ഭർത്താണ്. അതിന് നാട്ടിൽ കാരണന്മാര് വേണം. ഇപ്പൊ സോഷ്യലിസ്റ്റ് ആണല്ലോ, ആർക്കും ആരോടൊന്നും പറയാൻ വയ്യ. ഈ സമത്വം സോഷ്യലിസ്റ്റും വന്നതോടുകൂടി നാട്ടിൽ കാരണന്മാര് വേണം, ലീഡേഴ്സ്. ഒന്ന് മനസ്സിലാക്കിക്കോളൂ. ലീഡേഴ്സ് ഇല്ലാതെ വന്നാൽ കാര്യം നടക്കാതെ പോകും. ലീഡേഴ്സിന്റെ പ്രാധാന്യങ്ങൾ മനസ്സിലായില്ലേ? അതായിരുന്നു ഞാൻ തുടക്കത്തിൽ ഓതിയ രണ്ടാമത്തെ ഹദീസ്.
എന്റെ സമുദായത്തിലെ 2 വിഭാഗം, അവരെങ്ങാനും നന്നായാൽ എന്റെ സമുദായം നന്നായി, അവരെങ്ങാനും കേടുവന്നാൽ എന്റെ സമുദായം കേടുവന്നു എന്ന്. ഉലമാവ് നന്നാവണം, ഉമറാവ് നന്നാവണം. ഉമറാവിന്റെ ദൗത്യം നിർവഹിക്കണം. അപ്പൊ സുഖജീവിതമാണ് നമ്മളെല്ലാവരുടെ ലക്ഷ്യം എന്ന അടിസ്ഥാന സിദ്ധാന്തം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി മനുഷ്യന്റെ മുഴുവൻ പ്രവർത്തനവും അത് ലക്ഷ്യം വെച്ചുള്ളതാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തെ ജീവിതവും പരലോകത്തെ ജീവിതവും സുഖകരമായിരിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അത് നടക്കണമെങ്കിൽ വിജ്ഞാനത്തെക്കുറിച്ച് കാര്യമായി വിശകലനം ചെയ്തിരിക്കുന്ന ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഫഅസ്ലു സഅാദത്തി ഫിദ്ദുനിയ വൽ ആഖിറ ഹുവ അൽ ഇൽം. ഞാൻ ആവർത്തിക്കുന്നു, ഫഅസ്ലു സഅാദത്തി ഫിദ്ദുനിയ വൽ ആഖിറ ഹുവ അൽ ഇൽം. ഈ ലോകത്തും പരലോകത്തും സന്തോഷം നേടുന്നതിന്റെ അല്ലെങ്കിൽ വിജയിക്കുന്നതിന് സഅാദത്തിന് 2 അർത്ഥവുമുണ്ട്. പൊതുവിൽ 3 അർത്ഥം വ്യാപകമാണ്: സന്തോഷം, വിജയം, ഭാഗ്യം. ഏതർത്ഥമെടുത്താലും തിരക്കടില്ല. ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നതിന് അദ്ദേഹം അങ്ങനെ വിശദീകരിക്കാം. വിശദീകരിച്ചതിന്റെ ശേഷം പറയുന്നത് കൊണ്ടാണ് ഫഅസ്ലു എന്ന ഫാട്ട് പറഞ്ഞത്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്നാണ് അതിന്റെ അർത്ഥം. ഫഅസ്ലു സഅാദത്തി ഫിദ്ദുനിയ വൽ ആഖിറ ഹുവ അൽ ഇൽം. ഈ ലോകത്തും പരലോകത്തും സുഖം നേടുന്നതിന്റെ, വിജയിക്കുന്നതിന്റെ, ഭാഗ്യം നേടുന്നതിന്റെ അസ്ല് അത് ഇൽമാകുന്നു. ആ ഇൽമ് പ്രത്യേകിച്ചും ബുദ്ധി ഉറച്ചതിന് ശേഷം കിട്ടുക എന്നത് പ്രധാനമുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇതെങ്ങനെ കിട്ടുമെന്ന്. അതിന് മാർഗമുണ്ട്, അതേപറ്റി നമുക്ക് ചിന്തിക്കും. വേണമെങ്കിൽ നിങ്ങൾ നോക്കുക, നമ്മുടെ കൂട്ടത്തില് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഇബാദത്തുള്ളത്? നമ്മുടെ മദ്രസിലെ മുഅല്ലിമീങ്ങൾക്ക്, മുദരിസിന്, ഖത്തീബിന്, ഇമാമിന്. സത്യാണോ? അല്ലേ? അങ്ങനല്ലേ? പള്ളി കമ്മിറ്റിക്കാർക്ക് പറയാനുള്ളത്. സാധാരണക്കാരെ അപേക്ഷിച്ച് ഒറ്റപ്പെട്ട സാധാരണക്കാരന് മൂല്യമാരെക്കാൾ നല്ലതുണ്ട്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാലും പൊതുവിൽ ആർക്കാണ് ഇബാദത്ത് കൂടുതൽ? ഈ പറഞ്ഞ ആളുകൾക്കാണ്. മുഅല്ലിമീങ്ങൾക്ക്, മുദരിസിന്, ഖത്തീബിന്. എന്തുകൊണ്ട് ഇവർക്ക് നമ്മളെക്കാളും കൂടുതൽ ഇബാദത്തുണ്ടായി? നമ്മൾ പഠിക്കേണ്ട വിഷയമാണിത്. എന്തുകൊണ്ട് നമ്മുടെ ഉസ്താദുമാർക്ക് നമ്മളെക്കാളും കൂടുതൽ ഇബാദത്തുണ്ടായി? അതിന്റെ തത്വശാസ്ത്രം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. എന്റെ അടിമകളിൽ ഇൽമുള്ളവർ മാത്രമേ എന്നെ ഭയപ്പെടുകയുള്ളൂ. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. എന്റെ അടിമകളിൽ ഇൽമുള്ളവർ മാത്രമേ എന്നെ ഭയപ്പെടുകയുള്ളൂ. ഇവർക്ക് നമ്മളെക്കാളും കൂടുതൽ ഇൽമുണ്ട്. ഇവർ ബുദ്ധിയുറച്ചതിന് ശേഷം പിന്നെയും കിതാബ് ഓതാൻ പോയവരാണ്. അപ്പോൾ ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിച്ചവരാണ്. ആ ഇൽമു കൂടിയ കാരണത്താൽ അവർക്ക് ഇബാദത്തും കൂടി എന്നതാണ് പല കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നാടില് ഇബാദത്തുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒന്ന്, ആളുകൾക്ക് ഇൽമു കൂടുക തന്നെ വേണം. അതൊരു ഭാഗമാണ്. 2, ആ നാട്ടിൽ ഉണ്ടാക്കി വരുന്ന സംസ്കാരം, അത് പ്രധാനമാണ്. നാട്ടിലുണ്ടാകുന്നപ്പോ ഇവിടെ നിങ്ങൾ പറഞ്ഞു, ജുമാ കഴിഞ്ഞാല് ദുആക്ക് മുമ്പ് ആരും എഴുന്നേറ്റ് പോകുന്നില്ല എന്നത് ഒരു സംസ്കാരമാണ്. ചിലർക്ക് എഴുന്നേറ്റ് പോകാൻ മുട്ടാഞ്ഞിട്ടല്ല, ഒന്ന് നീച്ചൂല അവിടെ. കാരണം ആരും നീച്ചാത്ത സ്ഥിതിക്ക് ഞാൻ എങ്ങനെ നീക്കുക? അങ്ങനെ ഒരു മനഃശാസ്ത്രം ഇതിന്റെ പിന്നിൽ. ഏത് ഇഷ്ടമുണ്ടായാലും തോന്നൊക്കെ അർഹൻ ആളാണ് ഇരിക്കും. അതാ സംഭവിക്കുന്നത്. നമ്മുടെ മഹലിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതുണ്ടായി. ഇത് ആവർത്തിക്കപ്പെട്ടുകൂടാ എന്ന നിർബന്ധ ബുദ്ധി മഹല്ല് കമ്മിറ്റിക്കുണ്ട്. അതിനാൽ തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന ബുദ്ധി മഹല്ല് കമ്മിറ്റിക്കുണ്ടായി. അതിന് സഹകരിക്കണമെന്ന ബുദ്ധി നിങ്ങൾക്കുമുണ്ടായി. ആ നിലക്കാണ് ഇങ്ങനൊരു പരിപാടി ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അടിസ്ഥാനപരമായ ചില ഇസ്ലാമിക സിദ്ധാന്തങ്ങളാണ്. അതിൽ നിന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രത്യേക വിഷയത്തിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അടിസ്ഥാനപരമായി നമുക്ക് വേണ്ടത് സുഖമാണ്. ഈ തത്വശാസ്ത്രം ആദ്യമായി നമ്മൾ മനസ്സിലാക്കുക. ഈ ലോകത്തെ സുഖം പ്രധാനമാണ്. പരലോകത്തെ സുഖമാണ്. പരലോകത്തെ സുഖമാണ്. പരലോക സുഖത്തിന് പ്രാധാന്യം നൽകുന്നവരാണ് മുസ്ലിമീങ്ങൾ. കാരണം ഈ ലോകത്തെ ജീവിതം
സുഖവും ദുഃഖവും ചേർന്നതാകുന്നു. ശരിയാണോ? ഈ ലോകത്ത് സുഖം മാത്രം കിട്ടിയ ഒരാളെ പേര് പറയാൻ പറ്റുന്ന കാര്യം? ഈ ലോകത്ത് സുഖം മാത്രം കിട്ടിയ ഒരാൾ ആലോചിച്ചു ഉണ്ടോ? ഉണ്ടാവൂല. വേണേ ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. ഇനി ഉണ്ടായിക്കൂടാന്നൊരു തോന്നലുണ്ടെങ്കിൽ കക്കൂസ് പോകാൻ മുട്ടുക എന്നുള്ളത് സുഖമുള്ളതാ? അതിൽ മുട്ടാത്തോലാരുമില്ലല്ലോ. ഒറ്റ ഉദാഹരണത്തിൽ അവസാനിപ്പിക്കാം. സുഖം മാത്രം കിട്ടിയ ഒരാൾ ലോകത്തില്ല. ഈ ലോകത്തെ ജീവിതം സുഖദുഃഖ സമ്മിശ്രമാണ്. ഇന്നമാൽ ഉസ്രി യുസ്റ. നമ്മൾ എത്ര വലിയ കോടീശ്വരനാവട്ടെ, നമ്മൾ എത്ര വലിയവനാവട്ടെ, രണ്ടും കൂടി ചേർന്നതാണ് ഈ ലോകത്തെ ജീവിതം. സുഖ ദുഃഖ സമ്മിശ്രമാകുന്നു. ഇവിടെ സുഖം മാത്രം അനുഭവിച്ച ഒരാളുമില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. സുഖം മാത്രമുള്ള ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ, സ്വർഗം. അവിടെ എത്തിയാ പിന്നെ എന്തില്ല, കക്കൂസ് പോക്കൊക്കെ തൽക്കാലം നിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞതാ. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, സുഖം മാത്രമേ ഉള്ളൂ. അതാഗ്രഹിക്കുന്നവരാണ് നാം. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ ആദ്യമായി സ്വർഗം ലക്ഷ്യം വെക്കുക. സ്വർഗം ലക്ഷ്യം വെച്ചു കഴിഞ്ഞാൽ അത് നേടാൻ ആവശ്യമായ ഇബാദത്ത് ചെയ്യുക. ഇബാദത്തിന്റെ കൂട്ടത്തിൽ സ്വയം ഇബാദത്ത് ചെയ്യുന്നതോടൊപ്പം ഏറ്റവും കൂടുതൽ ഇബാദത്ത് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് മറ്റുള്ളവരെ കൊണ്ട് ഇബാദത്ത് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ കഴിയുക. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. മഹല്ല് കമ്മിറ്റിക്കാളും മെച്ചമുണ്ടാക്കുന്നത് മറ്റുള്ളവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതിന് സാമ്പത്തിക ശാസ്ത്രത്തിൽ പറയുന്നത് ലിവറേജ് എന്ന സിദ്ധാന്തമാണ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടാറ്റയ്ക്ക് ഒറ്റയ്ക്ക് കോടീശ്വരനാകാൻ കഴിയുമെന്ന്? കഴിയില്ല. അയാൾ 1.5 ലക്ഷം തൊഴിലാളികളെ വെച്ചിട്ട് ടാറ്റയ്ക്ക് ഒറ്റയ്ക്ക് മെനക്കെട്ട് മുതലാളിയാൻ കഴിയില്ല. അയാൾ 1.5 ലക്ഷം തൊഴിലാളികളെ വെച്ചിട്ടാണ് മുതലാളിയായത്. ഒരു തൊഴിലാളി 500 രൂപയുടെ പണിയെടുക്കും, തൊഴിലാളിക്ക് 250 രൂപ കൊടുക്കും, ഓരോ തൊഴിലാളിക്ക് 250 രൂപ ടാറ്റയ്ക്ക് കിട്ടും. അങ്ങനെ ടാറ്റ മുതലാളിയാണ്. ഇതാണ് ലിവറേജ്. ഇതുപോലെ ഇസ്ലാമിലൊരു ലിവറേജ് ഉണ്ട്. എന്താണ് നിങ്ങൾ? ആ ലിവറേജിന്റെ പേരാണ് ദഅവത്ത് അഥവാ ഇസ്ലാമിക പ്രബോധനം. നമ്മുടെ മഹല്ല് കമ്മിറ്റികളൊക്കെ ഇത് സജീവമായി ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. പലപ്പോഴും പല മഹല്ല് കമ്മിറ്റികളും എന്താ സ്ഥിതി എന്ന് ചോദിച്ചാൽ കല്യാണം കഴിപ്പിച്ചു കൊടുക്കും, തലാക്ക് ചെല്ലിച്ചു കൊടുക്കും, ഏറ്റവും ചുരുങ്ങിയ ശമ്പളം പറഞ്ഞ മൂല്യരെ നിയമിച്ചു കൊടുക്കും. ഇത് ഇങ്ങനെയുള്ള ഒരു 4 വലിയ ഫംഗ്ഷനിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അത് പോരാ. ഇസ്ലാമിക ദഅവത്ത് മഹല്ല് കമ്മിറ്റിയുടെ ഒരു ഭാഗമായി മാറേണ്ടിയിരിക്കുന്നു. അപ്പോൾ കാര്യമായ മാറ്റം വരും. ഒരിക്കല് ഒരു മഹല്ല് കമ്മിറ്റിയിൽപ്പെട്ട ഭാരവാഹി എന്നോട് ചോദിച്ചു, സാറേ, മഹല്ലില് മദ്യപാനം വർദ്ധിച്ചു വരികയാണ്, എന്താ നിങ്ങൾക്ക് പ്രായോഗികമായി ഇതിന് വല്ല നിർദ്ദേശവും പറയാനുണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, തുടങ്ങി വരുന്നേ ഉള്ളൂ എങ്കിൽ എനിക്ക് പറയാനുള്ള നിർദ്ദേശം ഇതാണ്: മദ്യപാനികളെ ഒന്നും തന്നെ മഹല്ല് ജനറൽ ബോഡിയിൽ അംഗത്വം നൽകുന്നതല്ല എന്ന് തീരുമാനിക്കുക. ഭൂരിഭാഗം കുടിയന്മാരായി പോയിട്ടുണ്ടെങ്കിൽ തീരുമാനിക്കും വേണ്ട, കാരണം ബുദ്ധിമുട്ടാണ്. ഇത് എന്തുകൊണ്ട് തീരുമാനിച്ചുകൂടാ? ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. അയാളോട് ഞാൻ പറഞ്ഞു എന്നേ ഞാൻ പറയുന്നുള്ളൂ. അവ ദഅവത്ത് ഇത് മഹല്ല് കമ്മിറ്റിയുടെ ഒരു ഉത്തരവാദിത്തമെന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, ഇബാദത്ത് വർദ്ധിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ്. ഇത് ഞാൻ സാധാരണ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരാൾക്ക് ഒരു ദിവസം എത്ര ളുഹ്ർ നിസ്കരിച്ച കൂലി നേടാം? 3 പള്ളി വിട്ടേക്കുക. ആളുകൾ മേലെ തല പറയും 28 എന്ന് പറയും. സാധാരണ അങ്ങനെ പറയാം, അല്ലെ 27 അല്ലേ? 28ന്റെ കണക്കിലേക്കൊന്നും ഇപ്പൊ ഞാൻ വരുന്നില്ല. 27 അല്ലെ 28ന്റെ കണക്കൊന്നും അതല്ല, എത്രയുമാവാം. എത്ര ആളെ കൊണ്ട് നിങ്ങൾ ജമാഅത്തായി നിസ്കരിപ്പിച്ചുവോ അത്രയും കൂലിയായി നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇതൊരു ലിവറേജാണ്. മറ്റുള്ളവനെ കൊണ്ട് പണിയെടുപ്പിച്ച് നേട്ടമുണ്ടാക്കുക.
ഇതിന്റെ പേരതാണ്. മറ്റുള്ളവരെ കൊണ്ട് പണിയെടുപ്പിച്ച് നേട്ടമുണ്ടാക്കുക. ദൈവത്തെങ്ങാനും നടത്തിക്കഴിഞ്ഞാൽ ഏതുപോലെ എന്നറിയാം. നിങ്ങളൊരു ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങി. നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ നിങ്ങൾ മാസം മാസം പോയി നോക്കുമ്പോൾ ആ അക്കൗണ്ടിൽ പണം കൂടി വരുന്നുണ്ട്, നിങ്ങളൊന്നും ചെയ്തിട്ടുമില്ല. എന്താ സംഭവം? നിങ്ങൾ കാരണം ഒരാൾ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അയാൾ ചെയ്യുന്ന ഇബാദത്തിന്റെ അത്ര നിങ്ങളെ ഇബാദത്ത് അക്കൗണ്ടിലേക്ക് വരികയാണ്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ബോധം, ഇത് മദ്രസ പഠിപ്പിക്കാൻ പറ്റുന്ന മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ആ ഇബാദത്ത് അക്കൗണ്ട് അത് നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. ഇന്നിങ്ങനെ ഒരു പരിപാടിയുണ്ട് എന്ന് നിങ്ങൾ 4 ആളോട് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇബാദത്താണ്. അയാൾ പോകുന്ന സമയത്ത് നിങ്ങൾക്കൊരു വാഹന സൗകര്യമുണ്ടെങ്കിൽ ആ വാഹനത്തിൽ കയറ്റി അവിടെ ഇറക്കി കൊടുത്താൽ അത് നിങ്ങൾക്ക് ഇബാദത്താണ്. ഇങ്ങനെ എത്ര ഇബാദത്തിലാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ആ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. ഒരു പ്രദേശത്ത് ഒരു സംസ്കാരം വന്നു കഴിഞ്ഞാൽ, ഇനി സംസ്കാരം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു. ഇവിടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ ആളുകൾ പലരും തെറ്റിദ്ധരിക്കും. സംസ്കാരത്തിന് മനഃശാസ്ത്രത്തിലും സാമൂഹ്യ ശാസ്ത്രത്തിലും ഒരു നിർവചനമുണ്ട്. കലക്റ്റീവ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ് എന്നാണ് പറയുന്നത്. ആ കൂട്ടം ആളുകളെ മുഴുവൻ എടുത്തു നോക്കിയാൽ അവരിൽ എല്ലാവരിലും ആ പെരുമാറ്റം കാണണം. അതിനാണ് ശരിക്കും സംസ്കാരം എന്ന് പറയുന്നത്. ഇവിടെ വേറെ സാംസ്കാരിക വകുപ്പുണ്ട്. കുറെ തോന്നിയാസം കാണിച്ചു കൂട്ടിയാൽ അതിന്റെ പേരെന്താണ്? സാംസ്കാരിക പരിപാടി. അതല്ല, സോഷ്യോളജിയിലും മനഃശാസ്ത്രത്തിലും കൾച്ചർ എന്ന് പറഞ്ഞാൽ കലക്റ്റീവ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽസ്. ആ കൂട്ടം ആളുകളെ മുഴുവൻ എടുത്തു നോക്കിയാൽ എല്ലാവരിലും ആ പെരുമാറ്റം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, ജുമയുടെ ശേഷം കൂട്ടുപ്രാർത്ഥന നിർവഹിച്ചിട്ടേ എല്ലാവരും പോവാറുള്ളൂ. അതൊരു കൾച്ചറാണ്. എല്ലാ മെമ്പർമാരിലും അത് കാണുന്നുണ്ട്, അല്ലേ? അപ്പോൾ മാത്രമേ അതൊരു കൾച്ചറാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഭൂരിപക്ഷം ആളിലെങ്കിലും ആ പെരുമാറ്റം ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഒരു കൾച്ചർ ഉണ്ടാവുകയുള്ളൂ. ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചു, ആത്മഹത്യ ഒരു കോളനിയിൽ വർദ്ധിക്കുന്നു എന്ന്. ഏത് പത്രമാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആദിവാസി കോളനിയാണ്. എല്ലാ വീട്ടിലും വാറ്റലാണ്, ആണും പെണ്ണും കുടിക്കലാണ്. ഓരോ കൾച്ചർ അതാണ്. അത് അവരുടെ കൾച്ചറാണ്. ഒറ്റ വീട് ഒഴിവില്ല. ഈ കുടിയുടെ അനന്തരഫലമായിട്ട് ആത്മഹത്യ നടക്കുന്നു. അപ്പൊ നമ്മുടെ മഹലിൽ നമ്മൾ എന്ത് കൾച്ചർ ഉണ്ടാക്കണം? ഒരു കൾച്ചർ ഉണ്ടായിക്കഴിഞ്ഞാൽ, പൊതുവിൽ അഥവാ ഒരു പെരുമാറ്റ രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു സ്വഭാവ രീതി ഉണ്ടായിക്കഴിഞ്ഞാൽ വരുന്ന തലമുറയും സാധാരണ സ്ഥിതിയിൽ അത് തുടരുകയാണ് ചെയ്യുക. പക്ഷെ അത് പിടിച്ചു നിൽക്കണം എന്ന് നമ്മൾ തീരുമാനിക്കണം. അതോടൊപ്പം അതിൽ നിന്ന് വ്യതിചലിക്കുന്നത് കണ്ടാൽ അവിടെയാണ് പിന്നെയും ദഅവത്ത് നടത്തേണ്ടത്. നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഇസ്ലാമിക സംസ്കാരം അതിൽ നിന്ന് വ്യതിചലനം കാണുകയാണെങ്കിൽ അവിടെ പ്രത്യേകമായ ദഅവത്ത് നടത്തേണ്ടിയിരിക്കുന്നു. അതിന് പ്രത്യേകിച്ചും പലപ്പോഴും ഞാൻ പല സ്ഥലത്ത് പറയാറുള്ളത്, നമ്മുടെ ഖത്തീബുമാരാണ് അക്കാര്യം കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. വ്യക്തിഗതമായ ദഅവത്ത് നടത്തണം. പള്ളിയിലെ ഓഫീസിലേക്ക്, മുറിയിലേക്ക് അയാളെ വിളിക്കണം. ഇൻഡിവിജ്വൽ ദഅവ നടത്തണം. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിന് നിങ്ങളോട് പറയാം. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ പള്ളിയിലും ജുമാന്റെ ശേഷം ദ്വാരക്കാതെ ഒരൊറ്റ കുട്ടിയും എഴുന്നേറ്റ് പോവുകയില്ല. പക്ഷെ ഞാൻ ഒരിക്കൽ നിരീക്ഷിച്ചു. ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ബാക്കിലെ പുറത്തെ പള്ളിയിൽ നിന്ന് ഒരു 3-4 ആൾ എഴുന്നേറ്റ് പോകുന്നത് ഞാൻ കണ്ടു. അടുത്ത വെള്ളിയാഴ്ച ജുമയ്ക്ക് ദുആ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ എഴുന്നേറ്റ് ഞാൻ പറഞ്ഞു, നമ്മളെ പള്ളിയിൽ ഇങ്ങനെയാണുള്ളത്. ചില ആളുകൾ എഴുന്നേറ്റ് പോകുന്നതായി കണ്ടു. പെട്ടെന്ന് കക്കൂസ് പോവാനോ യാത്രക്കാരൊക്കെ ആണെങ്കിൽ തരക്കേടില്ല. അല്ല എങ്കിൽ ആരും എഴുന്നേറ്റ് പോവരുത്, നമ്മളെ രീതി അങ്ങനെയല്ല എന്ന് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് പ്രത്യേകമായി സമാധാനമായി ശാന്തമായി പറഞ്ഞു. അപ്പൊ അതിൽ നിന്ന് വ്യതിചലനം വരുമ്പോൾ പുതിയ രീതി വരും. ഈ പുതിയ രീതി ആളുകളെ എണ്ണം കൂടുമ്പോൾ എന്താ സംഭവിക്കാറുള്ളത്? പുതിയ സംസ്കാരം രൂപപ്പെടും. അതിന് തുടക്കത്തിലെ തടയിടേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് എന്നോട് ഒരാൾ ചോദിച്ചു, അല്ല നിങ്ങളുടെ നാട്ടില്
ഈ പുതിയാപ്പള ഇറങ്ങുന്ന സമയത്ത് കദീന പൊട്ടിക്കുന്ന പരിപാടി ഉണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടത്? ഇല്ല, ഇല്ല, വന്നിട്ടില്ല. എന്റെ നാട്ടിലുമില്ല. പക്ഷെ ഇവർ പറഞ്ഞു ചില സ്ഥലത്തൊക്കെ തുടങ്ങിപ്പോലും. പുതിയാപ്പള ഇറങ്ങുന്ന സമയത്ത് കദീന പൊട്ടിക്കാനൊക്കെ മനസ്സിലായില്ലേ? മറ്റേ ആ ഫയർ വാൾ പൊട്ടിക്കന്നെ. പുതിയാപ്പള ഇറങ്ങുന്ന സമയത്ത് പൊട്ടിക്കുക. ഇനിയിപ്പോ ഒരു കൊരുത്തം പൊട്ടിക്കാൻ തുടങ്ങി, പിന്നെന്താവും? പല ആളുകളും പൊട്ടിക്കാൻ തുടങ്ങും. തുടക്കത്തിലെ തടയിട്ടിട്ടില്ല എങ്കിൽ ഇങ്ങനെ ഓരോന്നും മറ്റുള്ളവരേത് നമ്മളിങ്ങനെ പകർത്തി വരികയാണ്. ഇതിനോരോന്നിനും തടയിടുകയും സഹകരിക്കുകയും വേണം. അതിനാദ്യമായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ കാണുന്നത് പോലെ മഹല്ല് കമ്മിറ്റിയോട് പരിപൂർണമായി സഹകരിക്കുക എന്നതാണ്. പരിപൂർണമായി സഹകരിക്കുക. നിങ്ങൾ തെരഞ്ഞെടുത്ത മഹല്ല് കമ്മിറ്റിയാണ്. അവിടെയുണ്ട് ഉത്തരവാദിത്വം. നമ്മൾ തെരഞ്ഞെടുത്ത കമ്മിറ്റിയുടെ തീരുമാനത്തിന് നമ്മൾ അംഗീകരിക്കണം. നമ്മളെ കൂട്ടത്തിൽ മെച്ചപ്പെട്ടവരെന്ന് കരുതപ്പെടുന്നവരെയാണ് തെരഞ്ഞെടുക്കുന്നത്. ഇല്ല, എവിടെ അങ്ങനെ തന്നെ പരിപൂർണമായൊരു സഹകരണം ഇതുപോലെ തന്നെ നടക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഏതായാലും ഇസ്ലാമിനെ പറ്റി കൂടുതൽ പഠിക്കുകയും നമ്മുടെ ലക്ഷ്യം പരലോകമാണെന്ന് ഉറപ്പിക്കുകയും പരലോകത്ത് വിജയിക്കണമെങ്കിൽ ഇബാദത്താണെന്ന് മനസ്സിലാക്കുകയും ഇസ്ലാമിക പ്രബോധനം ഇബാദത്ത് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ഇതാണ് ആമുഖമായി ഞാൻ സൂചിപ്പിക്കുന്നത്. ഇനി സഹോദരന്മാരെ, നമ്മൾ എടുക്കുക ഓരോരോ കാര്യങ്ങൾ. എന്താണ് ഇതിന്റെ കാരണം? ഇതിനെക്കുറിച്ച് വളരെ സമഗ്രമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു മനഃശാസ്ത്രജ്ഞനാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. സിഗ്മണ്ട് ഫ്രോയിഡ് ഇല്ല എങ്കിൽ ആധുനിക മനഃശാസ്ത്രമില്ല എന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞു, മനുഷ്യ ജീവിതത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ 2 തത്വങ്ങളേ ഉള്ളൂ, പ്ലഷർ ആൻഡ് പെയിൻ, സന്തോഷവും ദുഃഖവും. ആ കാര്യത്തിൽ മനുഷ്യന് ഏറ്റവും സന്തോഷം നൽകുന്ന മേഖല എന്താണ് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത്. വളരെ പ്രാധാന്യത്തെ ചർച്ച ചെയ്യും. അതോടൊപ്പം തന്നെ ഇസ്ലാം എന്തുകൊണ്ട് വളരെ സ്ട്രിക്റ്റായ നിയമം ഇക്കാര്യത്തിൽ ഉണ്ടാക്കി? അല്ലാഹു തആലക്കറിയാം ഇത് അത്രയും അപകടം പിടിച്ചൊരു മേഖലയാണ് എന്ന്. മനുഷ്യൻ എങ്ങനെയൊക്കെ പെരുമാറുമെന്ന് അല്ലാഹു തആലക്ക് അറിയുന്നത്ര ലോകത്ത് മറ്റാർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല വളരെ വളരെ കണിശമായ നിയമം സ്ത്രീ പുരുഷ ബന്ധത്തിൽ വെച്ചു. അത് ലംഘിച്ചാൽ അപകടമുണ്ടാകുമെന്ന് അല്ലാഹു തആലക്ക് അറിയാം. അതിന് ആളുകൾ എന്ന് പറഞ്ഞു, അതിന് പരിഷ്കാരമില്ലായ്മയാണ്, സ്വാതന്ത്ര്യമില്ലായ്മയാണ് എന്നൊക്കെ പേരിടും. സ്വാതന്ത്ര്യമുള്ള നാട്ടിൽ എന്താണ് ഇപ്പൊ സ്ഥിതി എന്നറിയോ നിങ്ങൾക്ക്? ആ രാജ്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ ഈ സ്വാതന്ത്ര്യം അവരെ രാജ്യത്തെ എവിടെയാണ് എത്തിച്ചിരിക്കുന്നത് എന്ന്. ഇസ്ലാം അതുകൊണ്ട് സ്ത്രീ പുരുഷ ബന്ധത്തില് വളരെ കണിശമായ ഒരുപാട് നിയമങ്ങൾ വെച്ചു. ഇത് ആരോഗ്യപരമായിരിക്കുന്ന സാമൂഹ്യ ജീവിതം ഇവിടെ നടക്കാൻ വേണ്ടിയാണ് എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ട് ഇത് കൂടുതൽ കൂടി വരുന്നു എന്ന് ചോദിച്ചാൽ ഇതിന് ഉത്തരവാദിത്വം ഒന്ന് നമ്മുടെ ഇന്നത്തെ കലയും സാഹിത്യവുമാണ്. കലയും സാഹിത്യവും. സിനിമ എന്താ സിനിമയിലുള്ളത്? ഒരു പ്രേമത്തിലാണ് സിനിമ. പ്രേമമില്ലാത്ത സിനിമയില്ല. പ്രേമമില്ലാത്ത സിനിമക്കാര് പോവൂല. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യ പെരുമാറ്റത്തെ, കുട്ടികളുടെ പെരുമാറ്റത്തെ അങ്ങേയറ്റം സ്വാധീനിക്കുന്നതാണ് ഈ സിനിമ. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങേയറ്റം ഇത് സ്വാധീനിക്കും. സിനിമയിലൂടെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണ് എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അതാണ് കാണിക്കുന്നത്. അപ്പൊ മനുഷ്യനായാൽ ഇങ്ങനെ പെരുമാറണമെന്ന ഒരു ചിന്താഗതി സ്വാഭാവികമായി മനുഷ്യന്റെ ഉള്ളിലേക്ക് വരികയാണ്. പണ്ഡിതന്മാർ ആദ്യമേ പറഞ്ഞു തെറ്റാണ്, ഹറാമാണ്. പക്ഷെ TV വന്നതോടുകൂടി എല്ലാ വീട്ടിലും എന്തായി? ഇത് കാണാൻ തുടങ്ങി. പിന്നെ ഒരു തെറ്റൊരു 10 വട്ടം ആവർത്തിക്കുമ്പോൾ ആർക്കും അത് പ്രശ്നമില്ലാതായിത്തീരും. അങ്ങനെ സ്വഭാവം അങ്ങനെയാണത്. ഒരു തെറ്റ് ഒരു 10 വട്ടം ആവർത്തിക്കുന്നതോടുകൂടി പിന്നെ അതൊരു
അതെന്താണ് കാണുന്നതോടുകൂടി, പ്രത്യേകിച്ച് ഇപ്പൊ സിനിമകളിലേക്ക് അങ്ങോട്ട് പോവേണ്ടതില്ല, നമ്മളെ വീട്ടിലേക്ക് ഇങ്ങോട്ടെത്തുകയാണ്. ഇതുപോലെ തന്നെയാണ് സീരിയലുകൾ. ഇതൊക്കെ മനുഷ്യ മനസ്സിനെ അങ്ങേയറ്റം സ്വാധീനിക്കുന്നുണ്ട്. ഇല്ല എന്ന് പറയാൻ ആർക്കും കഴിയില്ല. ഇതൊക്കെ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉത്തേജനം വരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ എന്റെ വീട്ടിൽ ഇതുവരെ ടി വി വാങ്ങിയിട്ടില്ല. ഈ ബുദ്ധി നിലനിൽക്കുകയാണ്, എന്നിട്ട് വാങ്ങൂല. എന്റെ കഥയെ പറയുന്നു. കാരണം ഒരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് ടി വി എത്രമാത്രം ഉപദ്രവം ചെയ്യുമെന്ന് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. 4 arguments for the elimination of TV. ടി വി ഇല്ലാതാക്കാൻ 4 വാദങ്ങളെന്ന് സമസ്തയിലെ മെമ്പർമാരല്ല എഴുതിയത്, അമേരിക്കൻ സൈക്കോളജിസ്റ്റാണ് എഴുതിയിരിക്കുന്നത്. ടി വി ഇല്ലാതാക്കിയേ പറ്റൂ എന്ന് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് എഴുതുകയാണ്. 4 arguments for the elimination of TV. അയാൾ വ്യക്തമായി കാരണമെഴുതുന്നുണ്ട്. അതിന്റെ പരിഭാഷ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയാൽ അറിയാം ഇതൊരു ഹിപ്നോട്ടൈസിംഗ് മിഷനാണ് എന്ന്. ഇതിലെന്താ കാണുന്നത്? അപ്പൊ ആളുകൾ പറയും, എന്തിനാ ടി വി വാങ്ങിയത് എന്ന് ഞാൻ പലപ്പോഴും ചോദിക്കാറുണ്ട്. വാർത്ത അറിയാൻ. ഓ, ഇതൊക്കെ മനുഷ്യനോട് പറയാൻ നിൽക്കണ വെറുതെ. വാർത്ത അറിയണേ. നമ്മളെ പെണ്ണുമ്മക്ക് മീൻ മുറിക്കുമ്പോ വാർത്ത അറിയണം. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, അറിയാൻ ഞാൻ ഇപ്പൊ എന്താ വരാൻ? അല്ല, ഞാനൊരു ചോദ്യം ചോദിക്കണം. ഇതൊക്കെ ഒരു ആസക്തിയായി മാറുകയാണ്. ഇവിടെയാണ് നമ്മൾ മനഃശാസ്ത്രം പഠിക്കേണ്ടത്. ഒക്കെ ആസക്തിയാണ്. രാവിലെ കട്ടൻ ചായ കുടിക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലില്ലേ? അത് കിട്ടാഞ്ഞാൽ ശരിയാവില്ല ചിലവൽക്കൊന്നും. അതൊരാസക്തിയാണ്. കള്ളുകുടി മാത്രമല്ല ആസക്തി. ചില ആൾക്ക് കക്കൂസ് പോകണമെങ്കിൽ സിഗരറ്റ് കിട്ടണോ? ആസക്തിയാണ്. ഇങ്ങനെ ഓരോന്നും നമ്മുടെ ആസക്തിയായി മാറുകയാണ്. അപ്പൊ ഇതിലൂടെ എന്താ പഠിപ്പിക്കുന്നത്? എത്രയധികം ടി വിയിൽ വാർത്ത വായിക്കുന്നവരെ പോലും നിരീക്ഷിച്ചാൽ അറിയാം അതിനുള്ളിൽ എന്താ നടക്കുന്നത്. പ്രത്യേകമായി ആകർഷകമായ രീതിയിലാണ് വസ്ത്രധാരണം നടത്തിയിരിക്കുന്നത്, അല്ലേ? പരസ്യോ നമ്മൾ ഇതിന്റെ മനഃശാസ്ത്രമാണ് പഠിക്കേണ്ടത്. പരസ്യത്തിന്റെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്താണ്? പരസ്യം പോലും അപകടം പിടിച്ചതാണ്. പരസ്യത്തിന്റെ സിദ്ധാന്തം എന്താണ്? എയ്ത എന്നതാണ് പരസ്യത്തിന്റെ സിദ്ധാന്തം. അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ, ആക്ഷൻ. ശ്രദ്ധ പിടിച്ചു പറ്റുക ആദ്യത്തെ പണിയതാ. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം പെണ്ണിനെ പോലെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേറൊരു കൂട്ടർ ലോകത്തില്ല. ആരും നിശ്ചയിച്ചിട്ട് കാര്യമില്ല. സ്ത്രീകളെപ്പോലെ പുരുഷന്റെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ഒരു വിഭാഗം ലോകത്ത് വേറെയില്ല. അതുകൊണ്ട് പരസ്യം നോക്കൂ, 90% പെണ്ണിനെ വെച്ചുകൊണ്ട. എത്രയധികം ശരീരം മറക്കാനുള്ള ഊറുല്ലീൻ പർദ്ദയും അങ്ങനെ തന്നെ പരസ്യം ചെയ്യുന്നു. ഇനി എന്താ ഞാൻ പറയട്ടെ നിങ്ങളോട്? എന്തിനാ ഒരു സുന്ദരിനെ അവതരിപ്പിച്ചത് അവിടെ? ഇതാണ് പരസ്യത്തിന്റെ മനഃശാസ്ത്രം. വാർത്ത വായിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അവരാ വസ്ത്രധാരണി കണ്ടാൽ എന്താ സംഭവിക്കുന്നത്? അത് നിൽക്കട്ടെ, ഒരു മുസ്ലിം പെണ്ണുണ്ട് മറ്റേ ഇത് കളിക്കുന്നത്. എന്താണ് അവളുടെ പേര്? ടെന്നീസ് കളിക്കുന്നത്. അവളുടെ പേര് മറന്നല്ലോ. സാനിയ മിർസ. 5 വക്ത് നിസ്കരിക്കുന്ന ഭർത്താനം. പക്ഷെ ടെന്നീസ് കളിക്കുമ്പോ അളവും തൂക്കും കൃത്യം കാണിച്ചു. നിങ്ങൾ തിരിയുണ്ടല്ലോ. അതെന്തിനാ? ടെന്നീസ് മര്യാദ ഷർട്ടിട്ട് കളിച്ചാൽ പറ്റും. കാരണം പത്രക്കാരന് വേണ്ടത് അതാണ്. ഇവിടെയാണ് സിഗ്മണ്ട് ഫ്രൈഡ് പറഞ്ഞ തത്വശാസ്ത്രം ഭരിക്കുന്നത്. എവിടെ നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് കാണാം. അപ്പൊ ഇന്നത്തെ സിനിമ, ഇതുപോലെ തന്നെ സർക്കസ് എടുത്തു നോക്കൂ നിങ്ങൾ, എന്താണ് അവിടെയുള്ളത്? പരസ്യം നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ എന്താണുള്ളത്? എല്ലായിടത്തും മനുഷ്യന്റെ ഉറങ്ങിക്കിടക്കുന്ന ഈ വികാരത്തെ
വരുന്നത് പടിഞ്ഞാറിൽ നിന്നാണ്. മുഴുവൻ വരുന്നത് പടിഞ്ഞാറിൽ നിന്നാണ്. അവിടെയാണ് അല്ലാമ ഇക്ബാൽ പറഞ്ഞത്, अपनी मिल्लत पर क़ियास अक़वाम मग़रिब से न कर, ख़ास तरकीब में क़ौम रसूल हाशिमी. നിങ്ങൾ ഈ സമുദായത്തെ ഒരിക്കലും പടിഞ്ഞാറിനോട് താരതമ്യം ചെയ്തു പോകരുത്. റസൂലെ ഹാഷിമിയുടെ മതം ഒന്ന് വേറെ തന്നെയാണ് എന്ന്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ യൂറോപ്പുകാർ ചെയ്യുന്നത് നമ്മുടെ സംസ്കാരം 2ാം നമ്പറാണെന്ന് പറഞ്ഞ് ഒരുതരം അപകർഷതാബോധം നമ്മളിൽ സൃഷ്ടിക്കുകയാണ്. മുസ്ലിങ്ങളിൽ കാണുന്ന 2ാമത്തെ ന്യൂനത അതാണ്. ഒരുതരം അപകർഷതാബോധം നമ്മളിൽ സൃഷ്ടിക്കുക എന്നതാണ് ഇവിടുത്തെ മീഡിയ മുഴുവനവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്റി ഇസ്ലാം മീഡിയയാണ്, ആന്റി മുസ്ലിം മീഡിയയാണ്. ലോക മീഡിയ നിയന്ത്രിക്കുന്നത് ജൂതന്മാരാണ്, അമേരിക്കയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. അത് അപ്പടി തന്നെ പകർന്നു വരികയാണ്. അപ്പൊ ഈ രംഗത്ത് നിങ്ങൾ എടുത്തു നോക്കുക നമ്മളെ സാഹിത്യങ്ങൾ. ചെറുകഥ, നീണ്ട കഥ, എന്താ അതിന്റെ ഉള്ളിലുള്ളത്? ഇപ്പം മസാലപ്പീടിയെ കിട്ടും മംഗളം. എന്നിട്ട് ഒരു ചാപ്റ്റർ കൊണ്ടുവച്ചിട്ട് അടുത്ത ലക്കം വരുന്ന കോലത്തിലാണ് നിൽക്കും. അത് അന്വേഷിച്ചെല്ലുന്ന കോലത്തിലാണ് ഇതുണ്ടാക്കുക. ഇത് വെറും ഒരു കഥയാണ്, ഒരു സംഭവമല്ല. ഇതിട്ടിട്ട് മനുഷ്യനെ കിക്കിളിപ്പെടുത്തുകയാണ്. ഇപ്പൊ നമ്മളെ സാഹിത്യവും നമ്മുടെ കലയും ഇതൊക്കെ തന്നെ അങ്ങേയറ്റം നമ്മളെ വൈവേപ്പിക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്കുണ്ടാവണം. ഇത് പറയുമ്പോൾ പലപ്പോഴും ചിലർക്ക് ദഹിക്കില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആളുകള് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത് വായിക്കാൻ മെനക്കെടുന്നത്? ആളുകൾ എന്തുകൊണ്ടാണ് ഇതിലൊക്കെ പോകുന്നത്? നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് സമയം സുഖകരമായി പോയി കിട്ടുക എന്നത്. അങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നതിനെ പറ്റി നിങ്ങൾ ആരോ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല, ഇല്ല, ഉണ്ട്. പലരും ചിന്തിക്കാത്തൊരു വിഷയമാണിത്. ഇത് സൈക്കോളജിസ്റ്റ് എരിക് ബേൺ പറഞ്ഞിരിക്കുന്നത്. മനുഷ്യന്റെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണെന്ത്? സമയം പോയി കിട്ടുക എന്നത്. അത് സുഖകരമായി പോയി കിട്ടണം. ടൈം സ്ട്രക്ചറിംഗ് എന്നാണ് അദ്ദേഹം ഇതിന് പേരിട്ടിരിക്കുന്നത്. ടൈം സ്ട്രക്ചറിംഗ്. നമുക്ക് സമയം സുഖകരമായി പോയി കിട്ടണം. അതിനെന്തൊക്കെ മാർഗങ്ങൾ പറയും? ഒന്ന് വായിക്കുന്നേ. വായിക്കണമൊക്കെ വിവരത്തിലല്ല, ബസ് സ്റ്റാൻഡിലാണ് ഏറ്റവും കൂടുതൽ മാസികയുള്ളത്, അല്ലേ? എന്തിനാ? ബസ് വരുന്നേരെ സമയം എന്താവണോ? പോയി കിട്ടണോ? അപ്പൊ സമയം പോയി കിട്ടുക എന്ന ആവശ്യമുണ്ട് നമുക്ക്. അതിനുവേണ്ടി എന്താകും? നമ്മൾ വായിക്കാൻ തുടങ്ങും. സമയം പോയി കിട്ടാൻ വേണ്ടി സിനിമ കാണാൻ വേണ്ടി പോകും. സമയം പോയി കിട്ടാൻ വേണ്ടി സർക്കസ് കാണാൻ നമ്മൾ പോകും. സമയം പോയി കിട്ടാൻ വേണ്ടി ഫുട്ബോൾ കാണാൻ നമ്മൾ പോകും. ഇവിടെ സമയം പോയി കിട്ടുക എന്നൊരു പ്രശ്നം നമ്മളിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ സമയത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക സിദ്ധാന്തവും നമ്മൾ അതോടൊപ്പം മനസ്സിലാക്കണം. എന്താ സമയത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക സിദ്ധാന്തം? നിഅമതാനി മഗ്ബൂനു ഫീമാ കസീറു മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. അല്ലാഹു തന്നിരിക്കുന്ന 2 നിഅമത്തുകൾ, അല്ലാഹു തന്നിരിക്കുന്ന 2 നിഅമത്തുകൾ ഭൂരിഭാഗം ആളുകളും പാഴാക്കി കളയുകയാണ്. ഏതൊക്കെയാണത്? ആരോഗ്യവും സമയവും. ആരോഗ്യവും സമയവും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ നമ്മൾ കേട്ടാൽ പോരാ, നമ്മളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വ്യക്തിത്വ വികസനത്തിലെ ഏറ്റവും വലിയൊരു സിദ്ധാന്തമാണ് ടൈം മാനേജ്മെന്റ്. സമയം എങ്ങനെ ചെലവഴിക്കണമെന്ന സിദ്ധാന്തം. സമയം എങ്ങനെ ചെലവഴിക്കണം എന്ന് പറയാൻ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ സമയത്തെയും നിങ്ങൾ ഇബാദത്തിലേക്ക് തിരിച്ചുവിടണം. നിങ്ങൾ സമയം വെറുതെ അലസനായി കളയാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിന്റെ സിദ്ധാന്തം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ കലയും ഇന്നത്തെ സാഹിത്യവും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം, നമ്മളെ കുട്ടികൾ എന്താണ് വായിക്കുന്നത് എന്ന്. പ്രത്യേകിച്ച് നോവലുകൾ അടക്കം ഗുണകരമാണ് എന്ന് ഞാൻ പറയില്ല. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാര്യത്തെ അളക്കേണ്ടത് ഇസ്ലാമിന്റെ അളവ് പോലുകൊണ്ടാണ്. നാട്ടിലെന്ത് നടക്കുന്നു എന്നതല്ല. നോവൽ എന്ന് പറഞ്ഞാൽ ഒരു കടങ്കഥ ഉള്ള സംഭവമല്ല, ലഘുവാണ്. ഇനി ദുനിയാവ് എന്താണെന്നാണ് അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നത്?
വഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ. ദുനിയാവെന്ന് പറഞ്ഞാൽ കളിയാദവുമാകുന്നു. ഇത് ഒളിമ്പിക്സ് ഉണ്ടായ സമയത്ത് ഇറങ്ങിയ ആയത്തല്ല, അതിന് മുമ്പ് ഇറങ്ങിയതാ. വഅലമു അന്നമൽ ഹയാത്തുദ് ദുനിയാ ലഇബുൻ വലഹുൻ, വിനോദവുമാകുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അതാ നടക്കുന്നത്. അതിന് മുസ്ലിങ്ങളായ നമ്മളും മറ്റുള്ളവരെ പോലെ തന്നെ നമ്മളും ആയിത്തീരുകയാണ്. ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് മോശക്കാരനാണ് എന്ന് ആളുകൾ പറഞ്ഞേക്കാം. ഇതാ നമ്മളെ ഭയം. നമ്മൾ മോശക്കാരനാണ് എന്ന് പറഞ്ഞേക്കാം എന്ന ഭയം പലർക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഹദീസിൽ പറഞ്ഞത് അവസാനം ഇസ്ലാമികമായി ജീവിക്കുക എന്നത് തീക്കട്ടമ്മൽ പിടിക്കും പോലെ ആയിരിക്കും എന്ന് പറഞ്ഞതിന്റെ മാന അത് തന്നെ. അവസാനം ഇസ്ലാമികമായി ജീവിക്കുക എന്ന് പറയുന്നത് തീക്കട്ടമ്മൽ പിടിക്കുന്നത് പോലെ പിടിച്ചിക്കേണ്ടി വരും. നാട്ടുകാര് വിടൂല, കൂടെ പഠിക്കുന്നവര് വിടൂല. ഇപ്പൊ നോക്കി, പെൺകുട്ടികളുടെ വസ്ത്രത്തില് കേറി കേറി കേറിപ്പോയി ഇപ്പൊ തൊക്കിലെ രോമം കാണുന്ന കോലത്തിൽ കേറി അല്ലേ. ഇപ്പൊ ചില പെണ്ണുങ്ങളൊക്കെ ഇവിടെ കുറച്ച് വെളുപ്പധികം കാണാം. എന്താ സംഭവം? ഇന്നുമ്പോ ഇതരെ ഇനി കൈ ഇപ്പൊ കെട്ടി കെറ്റി. ഇതിപ്പോ എല്ലാവരും മുസ്ലിം പെണ്ണുങ്ങളടക്കം തുടങ്ങി, അവരെ മാതിരിയാവുകയാണ്. ഇവിടെയാണ് മറ്റൊരു പ്രശ്നം. ഇത് മറ്റൊരു മനഃശാസ്ത്രപരമായ പ്രശ്നമാണ്. മറ്റ് സംസ്കാരങ്ങളുടെ ഇടയ്ക്ക് ഇസ്ലാമിക സംസ്കാരത്തോടുകൂടി ജീവിക്കുക എന്നതും വലിയൊരു പ്രശ്നമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. യെസ്, മറ്റു സംസ്കാരങ്ങളുടെ ഇടയ്ക്ക് ഇസ്ലാമിക സംസ്കാരത്തോടുകൂടി ജീവിക്കുക എന്നത് പ്രശ്നമാണ്. കാരണം മറ്റുള്ളവരെന്ത് പറയും, മറ്റുള്ളവരെന്ത് ചിന്തിക്കും ഇല്ലേ? നമുക്ക് ചിന്തയില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പറയലുണ്ട്, പടച്ചോരെ പേടിച്ചില്ലെങ്കിലും പടപ്പളെന്നെങ്കിലും ഒന്ന് പേടിക്കണ്ടെങ്കിയാളെ പെണ്ണുങ്ങളെ നടത്താറ്. പടച്ചോനെ പേടിച്ചില്ലെങ്കിൽ ആരെ പേടിക്കണോ? പടപ്പളെ. ഈ ചിന്ത നമ്മളെ പിടികൂടുകയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഭാഗം ഒന്ന് നോക്കണം. രണ്ടാമതായി ഇതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ മൊബൈൽ സംസ്കാരം, ഇന്റർനെറ്റ്, രണ്ടെണ്ണം. അതിനൊക്കെ ചില ഗുണങ്ങളുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അതിന് നിങ്ങൾ എത്ര മനസ്സിലാക്കിയാൽ മതി. ഖുർആനിൽ കള്ളിനെ പറ്റി അള്ളാഹ് പറഞ്ഞ മാതിരി ഫീ മനാഫിഉൽ ലിന്നാസ്. പക്ഷേ അതിന്റെ ഉപദ്രവം അതിനേക്കാളും കൂടുതലാണ്. അത്ര ഞാൻ പറയും, അതിനേക്കാളും കൂടുതലാണ്. മൊബൈൽ വന്നു, ലാൻഡ് ലൈൻ ഫോണാണ്, നീ കുടിച്ച് വെച്ച് പോകാൻ കഴിയൂല. ഇതല്ല, പുറത്തു പോയിട്ട് പറയാൻ തുടങ്ങുകയാണ് മൊബൈൽ. അതിയാച്ച് മൊബൈൽ വേണ്ട എന്നൊന്നല്ല ഞാൻ പറയുന്നത്. മൊബൈൽ ഈ രംഗം വല്ലാതെ വഷളാക്കിയിട്ടുണ്ട്. മൊബൈൽ വല്ലാതെ വഷളാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന കാര്യം അങ്ങേ അപകടകരമാണ് എന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ അതൊക്കെ വലിയൊരു പത്രാസിന്റെ ഭാഗമായിട്ടാണ് ചില രക്ഷിതാക്കൾ കാണുന്നത്. 8ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്താൽ ഒരു പത്രാസിന്റെ ഭാഗം. കുട്ടികൾക്ക് പ്രത്യേകിച്ച് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്ന സംസ്കാരം ഒരിക്കലും വേണ്ട എന്ന് ഞാൻ പറയുകയുള്ളൂ. ഇതിനോട് എല്ലാവരും ഒന്നും യോജിച്ചോളുന്നില്ല. കാരണം നമ്മൾക്കൊക്കെ ഈ പൊങ്ങച്ചബോധം അത്യാവശ്യം എല്ലാവർക്കും ഉണ്ട്. അത് പലർക്കും കുറവൊന്നുമല്ല. ആ പൊങ്ങച്ചബോധം ഉള്ളവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികൾക്ക് നിങ്ങൾ മൊബൈൽ വാങ്ങിക്കൊടുക്കണം. മറ്റൊരു കാര്യം എന്താ അറിയോ നിങ്ങൾക്ക്? പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതി. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന വസ്ത്രം നോക്കൂ നിങ്ങൾ, എല്ലാം ഇടുങ്ങിയ വസ്ത്രങ്ങളാണ്. സ്ത്രീകൾ ഇടുങ്ങിയ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിന്റെ നിയമം. കാരണം അളവും തൂക്കും കൃത്യം കാണുന്ന കോലത്തിന്. അപ്പൊ സ്കിന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, ഒറ്റയായിട്ട് നിൽക്കുക. അത് കുപ്പായ മേപ്പട്ടുകൂടി കയറിയ കഥാട്ട് പറയും വേണ്ട. കുപ്പായെന്നൊന്നും അല്ല പെണ്ണുങ്ങൾ പറയില്ല കേട്ടോ. കൈവല്ല ഒട്ടി നിൽക്കുന്ന വസ്ത്രം പെൺകുട്ടികൾ. പിന്നെ ഇവരുടെ പെരുമാറ്റം, ചിരിച്ച് കളിച്ച് പോകുമ്പോ മറ്റേ ആൺകുട്ടിക്ക് തോന്നുകയാണ് ഏതാണ്ടൊന്ന് മേടിയൊക്കെയാൽ എന്താ. അതാണ് ശരീരഭാഷ.
അത് നിങ്ങൾ മനസ്സിലാക്കണം. ശരീരഭാഷ എന്ന് പറയുന്ന ഒരു ഭാഷയുണ്ട്. ശരീരഭാഷ എന്നാണ് അതിന് പറയുന്നത്. വാസ്തവത്തിൽ നമ്മുടെയൊക്കെ വിചാരം വാക്കുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വാർത്താവിനിമയം നടത്തുന്നതെന്നാണ്. ഒരിക്കലുമല്ല. നമ്മളെ ശരീരം കൊണ്ട് കൊടുക്കുന്ന വാർത്താവിനിമയത്തിന് വാക്കുകൾ 7%. സ്വരഭേദം 38%. ശരീരഭാഷ 55%. ഇത് മനസ്സിലാക്കിക്കോ. വാക്കുകൊണ്ടല്ല കൂടുതൽ നമ്മൾ ഇത് കൊടുക്കുന്നത്. ഒരു ടാക്സിക്കാരൻ എങ്ങനെയാ നമ്മൾ വിളിക്കുന്നത്? അല്ലേ? അങ്ങനെയാ വിളിക്കുന്നത്. ഇപ്പോ നിങ്ങളൊക്കെ വിളിക്കപ്പെടുന്ന എല്ലാ കല്യാണത്തിനും പോയല്ലോ. വിളിക്കപ്പെടുന്ന എല്ലാ കല്യാണത്തിനും പോയല്ലോ. ഞാൻ നിങ്ങളൊന്ന് ഉഷാറാക്കാൻ നോക്കട്ടെ. നിങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഒന്ന് വലത്തെ കൈ പൊക്കിയാട്ടെ. അല്ല, നിങ്ങൾ മസിൽ പിടിച്ച് നിൽക്കുകയാണോന്ന് അറിയാനാ. വിളിക്കപ്പെടുന്ന എല്ലാ കല്യാണത്തിനും നമുക്ക് പോവാറില്ല. ഇതിന്റെ കാരണം ചിലത് വരാൻ വേണ്ട വിളിയാണ്, ചിലത് വെറുതെ നമ്മളെ കുതിരാക്കാനുള്ള ഇല്ലേ തിരിച്ചറിയൽ. എങ്ങനെ? ആ വിളിന്റെ സ്വരം കൊണ്ട് നമുക്ക് മനസ്സിലാവൂലേ? ഇവിടെ തന്നെ പ്രശ്നം ശരീരഭാഷ. അപ്പൊ നമ്മളെ പെൺകുട്ടികള് അവരെ ശരീരത്തിൽ വല്ലാതെ ഇത് കാണിക്കാൻ തുടങ്ങുമ്പോ മറ്റവർക്ക് തോന്നുകയാണ് ഒന്ന് മെസ്സേജ് അയച്ചു കൊടുത്താൽ തിരക്കിടില്ല. മെസ്സേജ് എങ്ങനെ ആദ്യം തുടങ്ങാറിങ്ങൾ? ആദ്യം വാക്കുകൊണ്ടല്ലോ തുടങ്ങാം. ആദ്യം ശരീരഭാഷ ഒന്ന് അയച്ചു നോക്കും. അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടും ഏതാണ്ട് ഒരു ചെറിയ സിഗ്നൽ കിട്ടിയാൽ അങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്യാം. അല്ലാതെ ആദ്യം കത്തുണ്ടോ കൊടുക്കുന്നതല്ല. അപ്പൊ ഏതാണ്ട് ഓക്കെ സിഗ്നലിന്റെ ഒരു ലൂപ്പ് അങ്ങനെ വരികയാണ്. അങ്ങനെ പിന്നെ അടുത്തടുത്ത് കാര്യങ്ങൾ നീങ്ങും. ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും ലൂസായി ചിരിച്ചു കളിച്ച് പെരുമാറരുത് എന്ന് നിങ്ങൾ പെൺകുട്ടികളോട് നിങ്ങൾ പറഞ്ഞേ പറ്റൂ, നിർബന്ധമായി. വളരെ ഗൗരവത്തിലെ പെൺകുട്ടികൾ പെരുമാറാൻ പാടും. അതേ പറ്റുകയുള്ളൂ. മറ്റുള്ളവർ പെരുമാറുന്നത് നമ്മൾ നോക്കണ്ട. ശരീരഭാഷ ഈ പെൺകുട്ടി അത്യാവശ്യം ഒരു രീതിയാണ് എന്ന് ഒന്നുമില്ല, വെറുതെ ചിരിക്കായിരിക്കാം, വെറുതെ കൊഞ്ചിക്കൊള്ളുകയായിരിക്കാം. പക്ഷേ ഇങ്ങനെ പെരുമാറുന്നതോടുകൂടി തെറ്റായ ഒരു ശരീര സന്ദേശം, ഒരു ബോഡി മെസ്സേജ് മുന്നിലുള്ള ആൾക്ക് കിട്ടും. അപ്പൊ അയാളൊരു ശ്രമം നടത്തിയേക്കാം. ഇങ്ങനെയും ഇത് ഡെവലപ്പ് ചെയ്തു വരാനുള്ള സർവ്വസാധ്യതയുമുണ്ട്. മറ്റൊന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രണയം അഭിനയിച്ച് തട്ടിക്കൊണ്ടുപോകും. പ്രണയം അഭിനയിച്ച് തട്ടിക്കൊണ്ടുപോകും. മിക്കവാറും തട്ടിക്കൊണ്ടുപോയി അവരെ എവിടെയോ കൊണ്ടുപോയി വിൽക്കുകയാണ് ചെയ്യുക. പ്രത്യേകിച്ച് ചുവന്ന തെരുവിലാണ് മിക്കവാറും എത്തിച്ചേരുക. നിങ്ങൾ അറിയേണ്ടതാണ്. പിന്നെ ഈ രംഗത്ത് ഒരു 3 വിധം കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒന്ന് ചെറിയൊരു ഹോബി നിലക്ക് വെറുതെ ഇങ്ങനെ ഒരു ഹോബി. വേറൊരു കൂട്ടര് ചൂഷണം ചെയ്യുക എന്ന മാത്രം ലക്ഷ്യം. വേറൊരു കൂട്ടര് വളരെ സീരിയസ് ആണ്. 3 തരക്കാരുണ്ട്. 3 തരക്കാർ. ഇതൊരു പക്ഷെ ആദ്യം തുടങ്ങിയ ഒരു ഹോബിയായിട്ടായിരിക്കും തുടങ്ങുക. അത്ര സീരിയസ് ഒന്നും അല്ല തുടങ്ങുക. പക്ഷേ ഈ ഹോബിയിൽ നിന്ന് തുടങ്ങി പിന്നെ കാര്യങ്ങൾ എന്താകും? സീരിയസ് ആവും. അങ്ങനെ ഏതെങ്കിലും ഒരു കാര്യത്തെ ഒരാൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ, മനഃശാസ്ത്രം അവിടെ കണ്ട, ഏതെങ്കിലും ഒരു കാര്യത്തോട് ഒരാൾക്ക് ഹുബ്ബ് തോന്നിക്കഴിഞ്ഞാൽ, ഹുബ്ബുക ശൈഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, നിങ്ങൾക്കൊരു കാര്യത്തിനോട് ഹുബ്ബ് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്ധനും ബധിരനുമാകും. ഹദീസാ പറയുന്നത്. ഒരു പെൺകുട്ടിക്ക് ആരോടോ ഒരാളോടോ മുഹബ്ബത്ത് തോന്നിക്കഴിഞ്ഞാൽ ഓന് പിന്നെ മതും ജാതിയൊന്നും എന്തല്ല പ്രശ്നമല്ല. ഹദീസാ പറയുന്നത്. അവിടെ പിന്നെ മതവും ജാതിയും ഒന്നുമില്ല. ഇംഗ്ലീഷിൽ പറയും ലവ് ബ്ലൈൻഡ്. ഹദീസിലും എന്നെ പറഞ്ഞു, ഒന്നേ പറഞ്ഞുള്ളൂ എന്ന് മാത്രം. ലവ് ഈസ് ബ്ലൈൻഡ്. പ്രേമം അന്ധമാണ്.
അതിന് കണ്ണും മൂക്കൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച പത്രത്തില് 17കാരൻ 47കാരിയുടെ കൂടെ ഒളിച്ചോടി. എങ്ങനെയുണ്ട് വാർത്ത? ഈ ഉച്ചപത്രം മുഴുവൻ വിൽക്കണ ഇജാതി വാർത്ത ഉണ്ട്. ചിലപ്പോ വിളിച്ചറിഞ്ഞായിട്ട് ഉണ്ടാവൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാളി ഈ ഫീൽഡിന്റെ പ്രത്യേകത. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? അതിന് നമ്മൾ എന്ത് ചെയ്യണം? രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് ഒരു കണ്ണ് കുട്ടികളെ മുകളില് വെച്ചേ പറ്റൂ. എന്ന് മാത്രമല്ല, ഈ പ്രായത്തിലുള്ള കുട്ടികളെ മാത്രം വിളിച്ചുകൊണ്ട് ഏതെങ്കിലും കൗൺസിലേഴ്സിനെ വിളിച്ചിട്ട് അവർക്ക് മാത്രം പ്രത്യേകമായ ഒരു കൗൺസിലിംഗ് ഇതിന്റെ അപകടത്തെപ്പറ്റി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അവരോടും ഇതിന്റെ പ്രത്യേകമായി പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്താണ് ഈ ഫീൽഡിൽ വരാൻ പോകുന്നത്? ഞാനിവിടെ പറഞ്ഞില്ലേ, ഞാൻ ആഴ്ചയിൽ 2 ദിവസം കൗൺസിലിംഗിന് ഇരിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരു കേസെങ്കിലും ഇതുപോലത്തത് വരും. പൊട്ടിച്ചെടുക്കുക എന്നത് വളരെ ശ്രമകരമായ ജോലിയാണ്. നരകും മുർത്തദ്ദും ഒന്നും പറഞ്ഞിട്ടുണ്ടാകുന്നില്ല, യേശുന്നില്ല. കാരണം എന്താണ്? വയസ്സും ഹിബായി പോയിട്ടുണ്ട്. പിന്നെ അന്ധമാണ്, ബധിരമാണ്, പറയുന്നതൊന്നും തലയിലേക്ക് കയറുന്നില്ല, അവർക്കതിന് കഴിയുന്നില്ല. ചില ആളുകൾ എന്താ പറയാ, നിങ്ങള് സാറേ എനിക്ക് മറക്കാൻ കഴിയില്ല എന്നാണ്. അത് ഞാൻ പറയും, മറപ്പിക്കാൻ്റെ അടുത്ത് മരുന്നുണ്ട്. വേറെന്ത് പറയാനാ? മരുന്നുണ്ടാവണം മറപ്പിക്കാൻ. വേറെന്താ പറയാൻ കഴിയുക? അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ ഒരു കണ്ണുണ്ടായേ പറ്റും. പക്ഷെ നിങ്ങളൊക്കെ സ്വീകരിക്കുക എന്നറിയില്ല. ചില കാര്യങ്ങളൊന്നും എല്ലാ കാര്യത്തിലും നമ്മൾ യോജിച്ചോളുന്നില്ല. എന്നോട് പല ആളുകളും ചോദിക്കലുണ്ട്, പെൺകുട്ടികളെ അധികമായി പഠിപ്പിക്കുന്നതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഞാൻ രണ്ടും അനുഭവിച്ച ആളാണ്. ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയൽ എന്താ, നിങ്ങള് കഴിയുന്നത്ര വേഗം കെട്ടിച്ചയച്ചാൽ അത്രയും സുരക്ഷിതത്വം എന്നാണ് ഞാൻ സാധാരണ പറയാറുള്ളത്. ഇത് പലരും യോജിച്ചു കൊള്ളണമെന്നില്ല. ഇനി ഞാൻ എന്റെ അനുഭവം പറഞ്ഞിരുന്നു. എന്റെ ഒരു മകളെ ഞാന് +2 കഴിഞ്ഞ ഉടനെ കെട്ടിച്ചയച്ചു. ഒറ്റ പുതിയാപ്പള വന്നു, അതോടുകൂടി പോവുകയും ചെയ്തു. ഒരു ബിസിനസ്സുകാരനാണ്, അതോടൊപ്പം ഹാഫിളാണ്, മർക്കസ് ഹാഫിളായിട്ട് ഇറങ്ങിയത്. രണ്ടാമത്തെ മകള് ചേന്നമല സ്കൂളിൽ ടോപ്പ് മാർക്കായി. അപ്പോ മാഷന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ കുട്ടീനെ പഠിപ്പിക്കണം, മെഡിസിന് പഠിപ്പിക്കലാണ് നല്ലത്. എല്ലാവരും മെഡിസിന്റെ പിന്നാലെയാണല്ലോ. എഞ്ചിനീയറിംഗിലേക്കാണ് കൂടുതൽ വരുന്നത്. നിങ്ങൾ തൃശ്ശൂരിൽ നിങ്ങൾ PC തോമസിന്റെ അവിടെ കൊണ്ടുപോയി ചേർത്താലും മെഡിസിന് കുട്ടിക്ക് ഏതായാലും അഡ്മിഷൻ കിട്ടുന്നത്. ഇപ്പൊ ഞാൻ മോളോട് ചോദിച്ചു, അവിടെ പോയി ചേരണമെന്ന് എനിക്ക്. അല്ല, എനിക്ക് സർജറി പേടിയാണ്, അതുകൊണ്ട് ഡോക്ടർ ആവാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താ ആവേണ്ടി ചോദിച്ചു. ഞങ്ങനെ ഫിസിക്സ് പഠിക്കണോ? ഫറൂഖ് കോളേജിൽ ചേർന്നു. അപ്പൊ നിങ്ങൾ പഠിപ്പിച്ചില്ലേ നിങ്ങളോട് ചോദിക്കൂ. പക്ഷെ പിന്നെ ഉണ്ടായ അനുഭവം ഞാൻ പറയാൻ പോരാ. അത് കഴിഞ്ഞ് ഇനി എന്താ ആവേണ്ടി ചോദിച്ചു. B.Ed ചെയ്യണോ? ഫറൂഖ് കോളേജിൽ തന്നെ B.Edഉം ചെയ്തു. പക്ഷേ +2 കഴിഞ്ഞ് പുതിയാപ്പളിനെ അന്വേഷിച്ച് പുതിയാപ്പളിനെ കിട്ടാൻ 2 കൊല്ലെടുത്തു എന്നതാണ്. ഒന്ന് കണ്ടത്, ചില അമ്മായിമാർക്കൊക്കെ വിദ്യാഭ്യാസമുള്ള പെണ്ണുങ്ങളെ പറ്റൂല എന്നൊരു തോന്നലുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഒരു പേരയിലെ പണിയൊന്നും എടുക്കൂല, ഓൾ ഇന്നെ ഭരിച്ചോളോ എന്നൊക്കെ തോന്നല് എനിക്ക് തോന്നാണ്. അത്ര ഞാൻ പറയുന്നു. ഇതൊക്കെ നിങ്ങൾ സ്വീകരിക്കൊന്നും വേണ്ട, ഞാൻ എന്റെ ഒരു അനുഭവം പറയാണ്. 2 കൊല്ലം മെനക്കെടേണ്ടി വന്നു ഏറ്റവും പഠിപ്പുള്ള മകൾക്ക് പുതിയാപ്പളിനെ കിട്ടാൻ. പക്ഷേ പൊന്നു കൊടുക്കേണ്ടി എടുത്ത് ഒരു കുറവുണ്ടായതുമില്ല. അതാ മറ്റൊരു തമാശ. എന്നാ അവിടെ വല്ല കുറവും കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. ഒരു B.Ed ഒക്കെ അല്ലേ, ഇത് ഒരു കുറവുമില്ല. അപ്പൊ ഈ രംഗത്ത് ഞാന് വളരെ വിനീതമായി ഉപദേശിക്കാറുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളണമെന്നില്ല. ഏത് കഴിയുന്നത്ര വേഗത്തില് കുട്ടിയെ ഒരുത്തന്റെ കൈ കൊടുത്താൽ എന്തായി, നമ്മള് സുരക്ഷിതരാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. താല്പര്യമുള്ളവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് നമുക്ക് എന്താക്കാം, നമുക്ക് യോജിക്കാം. അങ്ങനെ ഒരു വാക്കുണ്ട്, നമുക്ക് യോജിക്കാം. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ വേറെ പല ചോദ്യങ്ങളും വരും. നമ്മളെ പെൺകുട്ടികൾ ഉയർന്നു വരേണ്ടേ,
അതാവണ്ടേ ഇതാവണ്ടേ. അതിപ്പോ ഏതുപോലെ അറിയാം നിങ്ങള്? ഇപ്പൊ പട്ടാളത്തിൽ പോലീസ് മുസ്ലിങ്ങൾ അധികം വേണ്ടതെന്ന് ചോദിച്ച മാതിരി. എന്താ നിങ്ങൾക്ക് അഭിപ്രായം? പട്ടാളത്തിൽ മുസ്ലിങ്ങൾ അധികം വേണോ? പട്ടാളത്തിൽ പോയോ കള്ള് കുടിച്ച് തിരിച്ചു വരും. ഒറ്റപ്പെട്ടവരുണ്ട്, ഒഴിവാക്കി കളി അല്ലെ അന്വേഷിച്ചു. അതിന് റിട്ടയർഡ് ആയാലും കള്ളുണ്ട്. നമ്മുടെ ഗവൺമെന്റ് കൊടുക്കുക. ഇനി പട്ടാളത്തിൽ ഒരുത്തർ ചേർന്നാൽ അവൻ 5 വക്ത് നിസ്കരിക്കാൻ കഴിയുന്ന അഭിപ്രായം നിങ്ങൾക്ക് കഴിയോ? അതൊക്കെ നിൽക്കട്ടെ, നമ്മളവിടെ ഗാരേജിലെ മെക്കാനിക്കിന് കഴിയും. ഇവിടെയാണ് നമ്മൾ ഉസ്താദുമാരൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടത്. നിങ്ങളൊക്കെ പണി 5 വക്ത് നിസ്കരിക്കാൻ പറ്റിയൊരു പണിയാന്നുള്ളൊരു പണിയുണ്ട്. അതൊരു ഹയർ തന്നെ. ഒരു മുസ്ലിം ജോലി തിരഞ്ഞെടുക്കുമ്പോൾ ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇത് ചിന്തിക്കാതെ പണിക്ക് പോകുന്ന പലരും ഉണ്ട്. ഇബാദത്ത് ചെയ്യാൻ പറ്റുമോ പറ്റൂലേ? അപ്പൊ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും ഇതിനോട് യോജിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പലരും എന്നോട് ചോദിച്ചാൽ ഞാൻ അതാണ് പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം എപ്പോഴാണ് ഈ ചെഴുത്താൻ വന്ന് ബുഗാന്ന് നമുക്ക് ഉറപ്പിച്ചുകൂടാ, എപ്പോഴാണെന്ന് ഉറപ്പിച്ചുകൂടാ. പിന്നെ നമ്മളെ കുട്ടിന്റെ മുകളില് ഒരു കണ്ണ് ഉണ്ടായേ പറ്റൂ, ഒരു കണ്ണ് ഉണ്ടായേ പറ്റൂ. അത് മഹലിൽ ഓരോരുത്തരും ശ്രദ്ധിക്കുക. നിങ്ങളൊക്കെ പുറത്തു പോകുന്നവരാണ്. നിങ്ങളെ കുട്ടികൾ പല ബസ്സിൽ വരുന്നവരുണ്ടാവും, അവിടെ വരുന്നവരുണ്ടാവും, ഇവിടെ വരുന്നവരുണ്ടാകും. അവരൊക്കെ ഉള്ള പെരുമാറ്റങ്ങൾ ആളുകൾ പ്രത്യേകിച്ച് ഇവിടെ നിന്നൊക്കെ മര്യാദയ്ക്ക് പെരുമാറും. പുറത്താണ് കൂടുതൽ മറ്റു രീതിയിൽ പെരുമാറുക. അങ്ങനെ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ബന്ധപ്പെട്ട രക്ഷിതാക്കളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയോ മഹല്ല് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയോ ചെയ്യുക എന്നത് ഇതിന് സമഗ്രമായ ഒരു പദ്ധതി മഹല്ല് കമ്മിറ്റി തയ്യാറാക്കേണ്ടതായും, സമഗ്രമായ ഒരു ദേവാ പ്രോഗ്രാം മഹല്ല് കമ്മിറ്റി തയ്യാറാക്കേണ്ടതായും. ഇൻഷാ അല്ലാഹ് സമയമുണ്ടെങ്കിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്, മഹല്ല് കമ്മിറ്റിയുമായിട്ട് നമുക്ക് സൗകര്യം പോലെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്ന് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിന് റിസൾട്ട് വരണമെങ്കിൽ സമഗ്രമായ ഒരു പദ്ധതി ഇതിനാവശ്യമായി വരും. യുവാക്കളെ പ്രത്യേകം ബോധവൽക്കരിക്കേണ്ടി വരും, പെണ്ണുങ്ങളെ പ്രത്യേകമായി ബോധവൽക്കരിക്കേണ്ടി വരും. ഇതുപോലെ തന്നെ ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഖത്തീബ് നല്ലൊരു ദൗത്യം ഏറ്റെടുക്കേണ്ടതായി വരും. ഈ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനി ഇതൊക്കെ നടത്തിയതിന്റെ ശേഷം വിചാരിക്കുക വേറെ എങ്ങനത്തെ ഒന്നുണ്ടായി എന്ന് വെച്ചു. എന്താ പറയാ, വലിയ പരിപാടിയൊക്കെ നടത്തിയല്ലപ്പം ഓരൊക്കെ. എന്നിട്ട് ഇപ്പൊ എന്തേ ഉണ്ടായത്? ഈ ചോദ്യം വന്നേക്കാം. നമ്മൾ എന്തിനാ അത് നടത്തുന്നത്? നമ്മക്ക് കൂലി കിട്ടാൻ, ഇബാദത്താവാൻ. അത് കിട്ടും. അത് ശരിക്കും മനസ്സിലാക്കണം. നമ്മൾ ഈ പണിയെടുക്കുന്നത് എന്തിനാരെങ്കിലും ഇവരെ തടയാന് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പണിയെടുക്കുന്നത് നമുക്ക് ഇബാദത്താവാനാണ്. ആ ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ബോധം നമുക്കുണ്ടാവുക. നമുക്ക് ഇബാദത്താവാൻ നമ്മൾ ഈ പണിയെടുത്തത്. അതിന് അല്ലാഹു തആല നമുക്ക് കൂലി തരികയും ചെയ്യുന്നതാണ്. പിന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു മുങ്കരത്തുണ്ടായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് അല്ലാഹു തആല ചോദിക്കുമ്പോൾ അതിന് നമുക്കൊരു മറുപടി വേണമല്ലോ. നീ നല്ല കാര്യത്തിന് സഹകരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അതിന് നമുക്ക് മറുപടി വേണമല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പല പാട്ടുകളും. ഇതിലൊക്കെ ഉള്ള ചൊയ ഗുണകരമാണോ? ഒരിക്കലുമല്ല. സിനിമ പോലെ തന്നെയാണ് അതിലൊക്കെ നമ്മൾ കാണുന്ന പാട്ടുകൾ. ഈ ചൊയയോടുകൂടിയതാണ് നമ്മൾ ഇതിൽ കണ്ടുവരുന്നത്. അതും എന്താകുന്നു, ആളുകളെ ഇതിലേക്ക് പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. ഒന്ന് നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, പെൺകുട്ടികളുടെ ഡ്രസ്സ് ലൂസായിരിക്കണം. പക്ഷെ എന്താ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകള്, ദ ഷോർട്ടർ ദ ബെറ്റർ. എത്ര കുറവാണോ അത്രയും നല്ലത്. ദ ഷോർട്ടർ ദ ബെറ്റർ. രണ്ടാമതോ ദ ട്രാൻസ്പാരന്റ് ദ ബെറ്റർ. എത്ര തൊലി കാണിക്കാൻ പറ്റുമോ അത്രയും നല്ലത്. രണ്ടെണ്ണാണ് ഇപ്പൊ കണ്ടുവരുന്നത്. ചില കുട്ടികളൊക്കെ ശരിക്കും തലൊക്കെ മറിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ ഇട്ടിരിക്കുന്നത് ടീഷർട്ടായിരിക്കും. ശരിക്കും ശരീരം കെട്ട് പ്രകടിപ്പിക്കുന്ന രീതി. അതുപോലെ തന്നെ കാല് രക്ഷിതാക്കളാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. അച്ചടക്കത്തോടുകൂടി പോണം മാളേന്ന് ഓരോ മാതാവും പിതാവും പറഞ്ഞിരിക്കണം. കാലം പിഴച്ചതാണ് മക്കളെ, കരുതണം കേട്ടോ എന്ന് പറയാൻ മടിയുണ്ടാവാൻ പാടില്ല. അതിന് ചില ആളുകൾ പറയും സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ. എന്തിനു വല്ല സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത്? കേടുവരാനുള്ള സ്വാതന്ത്ര്യമോ?
കേടുവരാനുള്ള സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കണ്ട. രക്ഷിതാക്കൾ രണ്ടാമതെന്ത് പറയണം? കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം, മകളെ കരുതണം, നീ ഒരു പെൺകുട്ടിയാണ്, ചീത്ത പേരുണ്ട്, ഇത് സംഭവിച്ചാൽ എന്തൊക്കെ സംഭവിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക. മറ്റൊന്ന്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, വീട്ടില് ഉമ്മയും ബാപ്പയും തമ്മിൽ കലഹമാണ് എങ്കിൽ, അവർ കച്ചറയുണ്ടാക്കുന്നതാണ് എങ്കിൽ കുട്ടി അസ്വസ്ഥരായിരിക്കും. ശരിക്കും എല്ലാ രക്ഷിതാക്കളും മാതാപിതാക്കളും കരുതിക്കൊള്ളുക. വീട്ടിൽ ഭാര്യയും ഭർത്താവും എപ്പോഴും കലഹം, എപ്പോഴും ചീത്ത പറച്ചിൽ, ഒരു കാര്യത്തിൽ യോജിപ്പില്ലായ്മ, ഇത് വരുന്നു എങ്കിൽ നിങ്ങളുടെ കുട്ടി അസ്വസ്ഥനായിരിക്കും, ടെൻഷൻ ഉണ്ടാകും, വീട് വിടണം എന്ന് പോലും അവർക്ക് തോന്നും. വീട് വിടണം എന്ന് പോലും അവർക്ക് തോന്നും. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. മിക്കവാറും ഒരു കുട്ടി കുസൃതിയോ വികൃതിയോ ക്രിമിനലോ കുറ്റവാളിയോ ആണെങ്കിൽ 90% ആ കുട്ടിയുടെ വീട്ടിലായിരിക്കും അതിന്റെ അടിസ്ഥാനം എന്നാണ് കണ്ടുവരുന്നത്. വീട്ടിൽ ബഹളമായിരിക്കും, അല്ലെങ്കിൽ ബാപ്പ ചെറുപ്പത്തിൽ പിരിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, എല്ലാവരും തമ്മിലുള്ള ബന്ധം മോശമായിരിക്കും. നിങ്ങൾ കേട്ടിട്ടില്ല, ഹിറ്റ്ലറെ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കി. നല്ല രക്ഷിതാവാൻ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നല്ല രക്ഷിതാവാൻ നമ്മളെ വിചാരം എന്താണ്? നമ്മൾ നല്ല രക്ഷിതാക്കളാണ് എന്നാണ്. ഒരിക്കലുമല്ല. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ രക്ഷിതാവാണ് എന്നത് ശരിയാണ്, പക്ഷേ നല്ല രക്ഷിതാവല്ല. നല്ല രക്ഷിതാവല്ല. എന്താണ് നല്ല രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ? കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കൊടുക്കുന്നതിലാണ് ഭൂരിഭാഗം രക്ഷിതാക്കളും പരാജയപ്പെടുന്നത്. കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കൊടുക്കുന്നതിൽ പരാജയപ്പെടും. നിങ്ങളെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഒരു ട്രെയിനിങ് മോഡൽ നടത്തണം, അപ്പോൾ എനിക്കത് ബോധ്യപ്പെടുത്താൻ കഴിയും. ഇനി കുട്ടികൾ എന്തായിത്തീരുന്നു എന്ന് തീരുമാനിക്കുന്നത് ആരാണ് എന്ന് ഹദീസ് എന്താ പറഞ്ഞിരിക്കുന്നത്? വമാ മിൻ മൗലൂദിൻ ഇല്ലാ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യഗ്ദിദാനിഹി അയ്യനസ്റാനിഹി അയ്യമജിസാനിഹി. ഓരോ കുട്ടിയും ശുദ്ധപകുതിയോട് ജനിക്കുന്നു, എന്നിട്ട് ആ കുട്ടി ആരാണോ ആയിത്തീരുന്നത് അതാക്കി തീർക്കുന്നത് മാതാപിതാക്കൾ. എരിക് ബേൺ എന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, എവരി ചൈൽഡ് ഈസ് ബോൺ ആസ് പ്രിൻസ് ആൻഡ് പ്രിൻസസസ്. ഓരോ കുട്ടിയും രാജകുമാരനും രാജാത്തിയുമായി ജനിക്കുന്നു. ബട്ട് ദർ പാരന്റ്സ് മേക്സ് ദം ഫ്രോഗ്സ്. പക്ഷെ രക്ഷിതാക്കൾ കുട്ടികളെ തവളകളാക്കി തരം താഴ്ത്തുന്നു. ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും കുട്ടികളെ സ്നേഹിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷെ എന്നോട് ലക്ഷ്യം പിടിക്കും എന്ന് എനിക്കറിയാം. നിങ്ങൾ അത്ര ദൂരത്തായതുകൊണ്ട് എനിക്കിത് ചോദ്യം ചോദിച്ച് ഒരു ക്ലാസ് മോഡൽ നടത്താൻ കഴിയാത്തൊരു ബുദ്ധിമുട്ടില്ല ഞാനുള്ളത്. കാരണം ഇപ്പൊ നിങ്ങൾ പറഞ്ഞാൽ കേൾക്കൂല. നിങ്ങൾക്കൊക്കെ നിങ്ങളെ കുട്ടികളോട് സ്നേഹമല്ലേ? ആണോ? എന്നാ ആരോ എനിക്ക് പറഞ്ഞിരുന്നു നിങ്ങളെ കുട്ടീനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നാട്ടെ. മറ്റേ മൈക്കിലാണ് ഈ മൈക്ക് ഒന്നാട് പിടിക്കുകയായിരിക്കും വേറെ നീളുണ്ടെങ്കിൽ. അല്ല, നമ്മളൊന്ന് നോക്കുക. ഞാൻ തെറ്റിദ്ധരിച്ചാന്നൊന്നറിയാം. ആരാ പറയുന്നത്? കോഡ്ലെസ് മൈക്കുണ്ടോ നിങ്ങളെ കയ്യിൽ? അത് വർക്ക് ചെയ്യണ്ടോ? ആ കൊടുക്കി. കുട്ടീനെ എങ്ങനെ സ്നേഹിക്കുന്നു എന്നാ പറയണ്ടോ? തെറ്റിക്കോട്ടെ, അതിന് ബേജാറാണ്ട് നിങ്ങൾ പറഞ്ഞു. കുട്ടി ചോദിക്കുന്ന കാര്യങ്ങൾ സാമ്പത്തിക പൈസ വേണമെങ്കിൽ പൈസ കൊടുക്കും, വസ്ത്രം കൊടുക്കും, നല്ല ഭക്ഷണം കൊടുക്കും, ഒക്കെ വാങ്ങിക്കൊടുത്തി കുട്ടീനാട് കേടെടുത്തി കളി. വീട്ടിൽ നിങ്ങൾ സ്നേഹിക്കണ കോലം വേറെ കൊടുക്കി സ്നേഹിക്കണ കോലാപ്പത്. ഞാൻ മനഃശാസ്ത്രം പഠിക്കാൻ ഇറങ്ങിയപ്പോ ആദ്യത്തെ ക്ലാസ് അറ്റൻഡ് ഞാനും നെട്ടിപ്പോയി. രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്നേഹിക്കാൻ അറിയില്ലാന്നോ ആര് പറഞ്ഞു? പക്ഷെ ഉള്ളിലേക്ക് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലായത് എന്ത് രക്ഷിതാക്കൾക്ക് കുട്ടികളെ സ്നേഹിക്കാൻ അറിയില്ല എന്ന്. യെസ്, വേറെ ആരാ പറയുന്നത്? നിങ്ങൾ എന്നോടൊന്ന് സഹകരിക്കോ? കുട്ടികളുള്ളവരൊക്കെ ഒന്ന് കൈവക്കിയാട്ടെ ആണുങ്ങൾ. കൈവക്കിയ വലിയ ആർക്കും ഒന്ന് കൊടുക്കുക മൈക്ക്. തെറ്റട്ടെ? അറിയെങ്കിൽ പറയൂലേ? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്?
തെറ്റട്ടെ, തെറ്റോന്ന് പേടിക്കുന്നവന് പഠിക്കാൻ കഴിയില്ലേ? തെറ്റുമോ എന്ന് പേടിക്കുന്നവന് പഠിക്കാൻ കഴിയില്ല. ആരാ മറുപടി? എന്ന് കുറെ മനുഷ്യന്മാർ കൈപൊക്കിയിരുന്നു. തെറ്റോന്നുള്ള പേടിയാ, നിങ്ങൾ പേടിക്കണ്ട. കുട്ടീനെങ്ങനെ സ്നേഹിക്കണെന്ന് എനിക്ക് മറുപടി കണ്ടു. ാക്കളെ നിങ്ങൾ അറിയണം. ഇതിൽ നിങ്ങൾ സ്നേഹിക്കണ പോലെ വേറെ ആർക്കും ഒടുക്കി മറുപടി കണ്ടു. പഠിക്കണ മറ്റുള്ള ആളുകളോടൊക്കെ ശ്രദ്ധിക്കാൻ പറയും. കുട്ടികളെ അവരെ എന്തെങ്കിലും വീഴ്ചകളുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പൊ അധ്യാപകരെ അതുപോലെ തന്നെ സഹപാഠികളായ കുട്ടികളോടൊക്കെ അതിനെ സംബന്ധിച്ച് ചോദിച്ചറിഞ്ഞ് ഇടയ്ക്ക് അധ്യാപകരുമായി ബന്ധപ്പെട്ട് ആ രീതിയിലൊക്കെ ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട നല്ല നല്ല ഉപദേശങ്ങൾ ഇടയ്ക്ക് കൊടുക്കും. നീ കേട്ടോളൂ. ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളെ സ്നേഹിക്കാൻ രക്ഷിതാക്കൾക്ക്, അതായത് അവർക്ക് തിരിയുന്ന ഭാഷ. നിങ്ങൾക്കറിയാം, എത്രയോ കുട്ടികൾക്ക് എന്റെ മാതാപിതാക്കൾ എന്നെ സ്നേഹിക്കുന്നില്ല എന്ന പരാതിയുണ്ട് എന്ന് രക്ഷിതാക്കളെ നിങ്ങൾ അറിയണം. ഇനി ഞാൻ മറുപടി പറയണ്ട. ഭാര്യ ഭർത്താക്കന്മാര് സ്നേഹം എങ്ങനെയാ കാണിക്കണ്? മറുപടി വേണ്ടേ? മറുപടി വേണ്ട. എല്ലാവർക്കും തിരിഞ്ഞല്ലോ, എല്ലാവർക്കും തിരിഞ്ഞു. ഒരു പ്രശ്നം ഇവിടെയാണ്. സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതി സ്പർശനമാണ്. സ്പർശനം തിരിയുന്ന ഭാഷയിൽ കുട്ടികൾക്ക് കൈകൊടുക്കല്, ആലിംഗനം ചെയ്യല്, ചുംബിക്കല്, കെട്ടിപ്പിടിക്കല്, ഇതൊക്കെ എന്താണ്? സ്നേഹം പ്രകടിപ്പിക്കുന്ന ഏറ്റവും വലിയ രീതി. പിതാക്കളിൽ നിന്ന് ഇത് കുട്ടികൾക്ക് കിട്ടില്ല. സംസ്കാരം അനുവദിക്കുന്ന രീതിയിൽ, അനുവദനീയമായ രീതിയിൽ, അനുവദനീയമായ രീതി ഇത് കൊടുക്കേണ്ടിയിരിക്കുന്നു. ടച്ച് ഈസ് എ സൈക്കോളജിക്കൽ ടോണിക്. സ്പർശനം. അപ്പൊ നമ്മൾ ഹജ്ജിന് പോയി വരികയാണ്, ആളെ കെട്ടിപ്പിടിക്കാറുണ്ടോ? അല്ലേ? എന്താ അതിന്റെ അർത്ഥം? സ്നേഹപ്രകടനാണോ? അല്ലേ? അല്ല അല്ലേ? ആണ്. 10 കൊല്ലമായി നിങ്ങളെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ പെട്ടെന്ന് കണ്ടുമുട്ടുന്നു, കെട്ടിപ്പിടിക്കുന്നുണ്ടോ? അല്ലേ? ഉണ്ട്. എന്താണ് ഈ കെട്ടിപ്പിടുത്തതിന്റെ അർത്ഥം? സ്നേഹപ്രകടനത്തിലെ രൂപമാണിത്. ഇതാണ് കുട്ടികളെ സ്നേഹിക്കുന്ന ഒരു രൂപം. അയ്യാഴ്ചയായിട്ട് എല്ലാ കുട്ടികളെയും ഇങ്ങനെ ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കുട്ടികളുടെ ശരീര സ്പർശനം ഏത്? മറ്റൊന്ന്, കുട്ടികളെ സ്നേഹിക്കേണ്ടത് അവർക്ക് തിരിയുന്ന ഭാഷയാണ് കൊണ്ട് പറയുന്നത്. നിങ്ങളിപ്പോ പറഞ്ഞ കാര്യമൊക്കെ എല്ലാവരും ചെയ്യണേ. രണ്ടാമത്, കുട്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അത് അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും വേണം. ഇതും നമ്മളെ കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല, കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു തകരാറ് കണ്ട അപ്പൊ നമ്മൾ പിടികൂടൂ, ഇല്ലേ? ഉണ്ടോ? അല്ലേ? അതേ കിട്ടുള്ളൂ. നമ്മളെ കുട്ടികൾ എത്രയോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇതിനൊന്നും ഒരു അംഗീകാരമില്ല. എന്തോ ഒരു ന്യൂനത ഉണ്ടെങ്കിൽ അപ്പ പിടികൂടും, ദേഷ്യം പിടിക്കും, തല്ലും, അല്ല ചീത്തറയും. ചിലപ്പോ കുട്ടിന്റെ കയ്യിൽ ഒരു ഗ്ലാസ് വീണ് പൊട്ടിയിട്ടുണ്ടാവും. ഇപ്പൊ തള്ളന്റെ വക പൊട്ടിച്ചില്ലേ ഗ്ലാസ്? ഇപ്പൊ കുട്ടീന്റെ മനസ്സിലുണ്ടാവും, തള്ള 30 എണ്ണം പൊട്ടിച്ചിണുങ്ങൾ അല്ലേ? പൊട്ടിച്ചില്ലേ? എവിടുന്നോട് ചോദിച്ചു നോക്കി, എത്ര പൊട്ടിച്ചിണ്? ഈ കുട്ടിന്റെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് അപ്രതീക്ഷിതമായി വീണ് പൊട്ടിയതാ. എന്നിട്ട് അതിന് ചീത്ത പറയാണ്. ഇവിടെയാണ് നല്ല രക്ഷിതാവാൻ ഒരുപാട് പഠിക്കണം. രക്ഷിതാവാൻ പഠിക്കൊന്നും വേണ്ട, കല്യാണം കഴിച്ച് 10-ാം മാസം രക്ഷിതാവും. അതിന് ട്രെയിനിങ് ഒന്നും വേണ്ട. പക്ഷെ നല്ല രക്ഷിതാവാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികളെ എങ്ങനെ സ്നേഹിക്കണമെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു.
കുട്ടിക്ക് തോന്നണം നന്മയും ഗ്രഹിക്കുന്നുണ്ട് എന്ന്. അതാ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത്. ഡോക്ടർ അരിക്കുവൻ പറഞ്ഞത് അതാണ്. എവരി ചൈൽഡ് ഈസ് ബോൺ ആസ് പ്രിൻസ് ആൻഡ് പ്രിൻസസ്, ബട്ട് ദർ പാരന്റ്സ് മേക്ക് ദം ഫ്രോക്സ്. ഓരോ കുട്ടിയും രാജകുമാരനും രാജാത്തിയുമായി ജനിക്കുന്നു. രക്ഷിതാക്കൾ കുട്ടികളെ തവളകളാക്കി തരം താഴ്ത്തുന്നു. നിങ്ങളെ കുട്ടികൾക്ക് നിങ്ങൾ അഭിനന്ദനം കൊടുക്കുക. പക്ഷെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഇത് കൊടുക്കാതിരിക്കലാ നമ്മളെ ശീലം, കൊടുക്കലല്ല. കാരണം കേരളത്തിലാണല്ലോ അതെപ്പോഴും പ്രതിപക്ഷ മനസ്ഥിതി ഉണ്ടാകുക. പ്രതിപക്ഷം എപ്പോഴും ഭരണപക്ഷത്തിന് കൊടുക്കലെന്ന് താങ്കൾ പറയും. ചെയ്ത് ഒരു നന്മയും കാണാഞ്ഞാൽ ആരാവും? പ്രതിപക്ഷമാവും. ആരാൻ തിരക്കില്ല. ചെയ്ത ഒരു ഭരണകക്ഷി ചെയ്യുന്ന ഒരു നന്മയും കാണാഞ്ഞാൽ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഏത് മൂന്നാമത്തെ F ആണെങ്കിലും പ്രതിപക്ഷവും. നന്മ കാണാൻ പഠിക്കുക. കുട്ടികളുടെ നന്മ ഞാൻ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ ഇങ്ങനൊന്നുമല്ല ചെയ്യാം. സ്വന്തം കുട്ടികളുടെ നന്മ കടലാസും പേനയും കൊടുത്ത് എഴുതിപ്പിക്കും. രക്ഷിതാക്കൾക്ക് ബോധം പോലുമില്ല പിന്നെ കുട്ടിക്ക് എന്താണ് നന്മയുള്ളത് എന്ന് രക്ഷിതാവ് ചിന്തിച്ചിട്ട് പോലും തന്റെ മക്കൾക്ക് നന്മകൾ എന്താണുള്ളത്. ഇതാവുന്നതോടുകൂടി കുട്ടിക്ക് നിങ്ങളോട് വെറുപ്പ് വരാൻ തുടങ്ങും. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം സുഖമാണെന്ന് ഞങ്ങൾ പറഞ്ഞു ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ഈ അംഗീകാരം കിട്ടാതിരിക്കുമ്പോൾ, നിങ്ങൾ ദേഷ്യം പിടിക്കുമ്പോൾ, നിങ്ങൾ അടിക്കുമ്പോൾ, നിങ്ങൾ ചീത്ത പറയുമ്പോൾ കുട്ടിക്ക് അസന്തോഷമാണ് കിട്ടുന്നത്. എത്ര അധികാരങ്ങള് ചില ഭർത്താക്കന്മാര് പെരെ നിൽക്കൂലല്ലോ, അങ്ങാടിയിലേക്ക് ഇറങ്ങി പോരും. എന്താ കാരണം? ഇവിടെ പിരിപിരി ഇങ്ങനെ കേൾക്കണേ. ചില പെണ്ണുങ്ങൾ അങ്ങനെ നിൽക്കാൻ സമ്മതിച്ചില്ല. എന്നാ പിന്നെ അങ്ങാടിയിൽക്കാട് ഇറങ്ങല നല്ലത് അല്ലേ? ഇവിടുത്തെ പെണ്ണുങ്ങളല്ല, അപ്പുറത്തെ മഹലിലെ. കാരണം സുഖം കൊടുക്കണ്ടേ? നമുക്കൊക്കെ വേണ്ടത് സുഖമാണ്. അപ്പൊ നിങ്ങളുടെ കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കൊടുക്കണം, അംഗീകാരം കൊടുക്കണം. അത് നമ്മൾ പഠിക്കേണ്ടതാണ്. പ്രത്യേകത എന്ന് പറയുന്നു, അരിക്കുവേണ്ടി പറയുന്നു, എങ്ങനെ സ്നേഹിക്കണം എന്നതൊരു കലയാണ്, അത് പഠിക്കേണ്ടിയിരിക്കുന്നു. ഞങ്ങളെന്താ പറയേണ്ടത്? ഇതുപോലെ തന്നെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, കുട്ടികളെ നിങ്ങൾ രക്ഷിതാക്കളെ ബഹുമാനിക്കണം. ഇന്ന് രക്ഷിതാക്കളുടെ ബഹുമാനം വളരെ കുറവാണ്. പക്ഷെ എങ്ങനെ ബഹുമാനിക്കേണ്ടത് അത് പഠിപ്പിക്കുന്നുണ്ടോ? അവിടെയും പ്രശ്നം. എങ്ങനെ ബഹുമാനിക്കേണ്ടത്? രക്ഷിതാവേ ഞാൻ നിങ്ങളെ ബഹുമാനിക്കുന്നു. അങ്ങനെ നിങ്ങൾ പറഞ്ഞു എങ്ങനെ ബഹുമാനിക്കണ്ടേ? എങ്ങനെ ബഹുമാനിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് ഉമ്മക്കും ബാപ്പക്കും മക്കൾ നിങ്ങളെ ബഹുമാനിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലേ? ഇല്ല. ഞങ്ങളൊന്ന് പറഞ്ഞു തരും, ഇതാരാ പഠിപ്പിക്ക? ആര് പഠിപ്പിക്കും? ആരാ പഠിപ്പിക്ക? നിങ്ങൾ പറയും, ആരാ പഠിപ്പിക്ക? മൈക്കൊന്ന് കുടിക്കാർക്കെങ്കിലും. ഞാൻ ആർക്കും മൈക്കും വേണ്ടിയില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് ആര് പഠിപ്പിക്കുന്ന ഞാൻ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ബഹുമാനം വേണമല്ലോ. ആര് പഠിപ്പിക്കും? രക്ഷിതാവ് പഠിക്കുന്നു. മോനെ നീ എന്നെ ബഹുമാനിക്കണം കേട്ടോ. എങ്ങനെ ഉണ്ടാവും ആ ക്ലാസ്? ഇവിടെയും പ്രശ്നമുണ്ട്, അവിടെയും പ്രശ്നമുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രാക്ടിക്കലായിട്ട് എടുക്കണം. അങ്ങനെ ലെക്ചർ മെത്തേഡിൽ എടുത്താൽ പോരാ. എങ്ങനെ ബഹുമാനിക്കണം? ആര് പഠിപ്പിക്കും? വിഷയമാണ്. ഞാൻ കണ്ടൊരു ഹിക്മത്ത് എന്താ അറിയങ്ങള്, ഉമ്മനെ ബഹുമാനിക്കണം എന്ന് ബാപ്പ പഠിപ്പിക്കുക, ബാപ്പനെ ബഹുമാനിക്കണം എന്ന് ഉമ്മയും പഠിപ്പിക്കുക. അത് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. ഉണ്ടാവില്ല എന്നാ എനിക്ക് തോന്നുന്നത്. ഒരു ഹിക്മത്ത്. ബഹുമാനം ഉണ്ടെങ്കിലേ അനുസരണം വരികയുള്ളൂ. ബഹുമാനവും സ്നേഹവും വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ബഹുമാനവും സ്നേഹവും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിന്റെ മനഃശാസ്ത്രമൊക്കെ നമ്മൾ പഠിക്കണം. ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് തന്നെ. ഇന്നത്തെ വിദ്യാഭ്യാസം പോലും മനുഷ്യനെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാത്തതാണ് എന്ന വിവരം നിങ്ങൾക്കുണ്ടാവണം. കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും നേർരേഖകൾ കൂട്ടുമുട്ടൂലാന്നും കൂട്ടിമുട്ടേ മുട്ടാക്കെ എന്തോ ആയിക്കോട്ടെ.
രാവിലെ പത്രം എടുത്തു നോക്കിയാൽ കേരളത്തിൽ നടക്കുന്ന തമ്മാടിത്തങ്ങളുടെ വാർത്തയാണ് ഫസ്റ്റ് പേജിൽ. 100% സാക്ഷരതയാണ് നമ്മുടെ നാട്ടില്. പക്ഷേ മനുഷ്യനായി ജീവിക്കാൻ നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തിൽ പഠിപ്പിക്കപ്പെടുന്നില്ല എന്ന വിവരം നിങ്ങൾ അറിയണം. സകല തമ്മാടിത്തങ്ങളും ഇവിടെ നടക്കുകയും പലപ്പോഴും ഭരണം ആരുടേതാണെങ്കിലും അതിന് സപ്പോർട്ട് കിട്ടുകയും ചെയ്യുന്നു. നമ്മൾ അറിയണം, സ്പോർട്സിന്റെ പേരിൽ, ഗെയിംസിന്റെ പേരിൽ അതിന്റെ ഒക്കെ ചില ഉള്ളറകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സുഖകരമല്ലാത്ത പല വാർത്തകളുമുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ ഇറങ്ങി വരുന്നില്ല. പെൺകുട്ടികൾക്ക് കോച്ചിങ് കൊടുക്കുന്നത് മറ്റേ ആൺ കോച്ചാണ്. അറിയണം നിങ്ങൾ. പലപ്പോഴും പത്രത്തിൽ ഇത് കാണാം. ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് സാംസ്കാരികമായി ആകെ തകരുകയാണ്. യൂറോപ്പിന്റെ രീതിയിലേക്കാണ് പോകുന്നത്. ഈ രംഗത്തൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കും. ഇതൊക്കെ പറയുമ്പം പഴഞ്ചനാണ്, അതാണ്, ഇതാണെന്നൊക്കെ പറയും. എങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. പഴഞ്ചനാണല്ലോ എന്ന് പറയുന്നു എങ്കിൽ എനിക്ക് വളരെ വിനീതമായി പറയാനുള്ളത്, ലോകത്തെ ഏറ്റവും പുരോഗമിച്ച രാഷ്ട്രം ഏതാണ്? അമേരിക്ക. എല്ലാവരും സമ്മതിക്കല്ലോ? ആണ്. അമേരിക്ക എന്തിലാണ് പുരോഗമിച്ചത്? മിലിറ്ററിയിൽ, സാമ്പത്തിൽ, അല്ലേ? വേറെന്തിലാണ് അമേരിക്ക പുരോഗമിച്ചത്? പുരോഗതി എന്തിനാണ്? നമ്മൾ അതൊന്ന് ചർച്ച ചെയ്യാം. ഇപ്പൊ ഇലക്ഷനാണല്ലോ വരുന്നത്. എല്ലാ പാർട്ടിക്കാരും ഇപ്പൊ എന്താ പറയാ? നാട്ടിന്റെ പുരോഗതിക്ക് പൂച്ച പാർട്ടിക്ക് വോട്ട് ചെയ്യുക. അതപ്പഞ്ഞി പെട്ടു വരാൻ പോരാ. പുരോഗതി എന്തിനാ? അതും ഞാൻ പറഞ്ഞേക്കാം, സുഖത്തിനാണ്. പുരോഗതി എന്തിനാ? സുഖത്തിന്. അത് ബലിക്ക് തിരിവില്ല. പുരോഗതി സുഖത്തിനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ലോകത്തെ ഏറ്റവും പുരോഗമിച്ച രാഷ്ട്രമായ അമേരിക്ക സുഖത്തിന്റെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തല്ല, ആരോഗ്യത്തിന്റെ സ്ഥാനത്തിൽ ഒന്നാം സ്ഥാനത്തല്ല. ലോകത്തെ ഏറ്റവും വെറുക്കപ്പെടുന്ന രാഷ്ട്രമാണ് അമേരിക്ക. അവിടെയാണ് അമേരിക്കയുടെ പുരോഗതി അമേരിക്കയെ എത്തിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് തെറ്റിദ്ധാരണയുണ്ട്, ഭൗതിക വിദ്യാഭ്യാസങ്ങൾ കൂടിയാൽ ആകെ സുഖായി എന്ന്. 100% തെറ്റിദ്ധാരണയാണിത്. 100%. എങ്കിൽ അമേരിക്കയിൽ മെച്ചം വരേണ്ടിയിരുന്നു. കാണുന്നില്ല. അവിടെ ന്യൂയോർക്ക് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത്. അറിയണം നിങ്ങൾ. ഭൗതിക വിദ്യാഭ്യാസത്തിൽ കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും സൾഫ്യൂറിക് ആസിഡും മാത്രം പഠിച്ചതുകൊണ്ട് ജീവിക്കാൻ പഠിക്കുമെന്ന ധാരണ ആർക്കും തന്നെ വേണ്ട. ജീവിതം സുഖകരമാക്കാൻ കഴിയും എന്ന ധാരണയും വേണ്ട. അതിന് കഴിയണമെങ്കിൽ ഇസ്ലാമിലേക്ക് വരെ ഇസ്ലാമിന്റെ തത്വങ്ങൾ പാലിക്കുക. വേറെ മാർഗമൊന്നുമില്ല. ഇസ്ലാമിന്റെ തത്വങ്ങൾ പാലിക്കൽ മാത്രമേ മാർഗമുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. ആ തത്വങ്ങൾ പാലിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ പെൺകുട്ടികളോട് പ്രത്യേകിച്ച് നമ്മൾ ആ രീതിയിൽ കുട്ടി ദീനുള്ളവരായി വീട്ടിൽ നിന്ന് വളർന്നു വരണം. ഉമ്മ ചിന്തിക്കണം, ഞാൻ എന്റെ മകൾക്ക് എന്തൊക്കെ കാര്യത്തിൽ മാതൃകയാണ്. ചിന്തിക്കണം പറഞ്ഞിട്ട് കാര്യമല്ല, ചിന്തിക്കൂല. ചിന്തിക്കാൻ സമയമില്ലല്ലോ. എന്തൊക്കെ കാര്യത്തിൽ മാതൃകയാണ് എന്ന്. ഇത് അങ്ങനെ കാര്യത്തിൽ എന്റെ മകന് മാതൃകയാണ്. ഇങ്ങനെ എത്രത്തിൽ ഞാൻ മാതൃകയാണെന്ന് എഴുതാൻ കഴിയും. വിഷയമുണ്ട്. ഇതൊക്കെ മദ്രസന്ന് പഠിപ്പിക്കാൻ പറഞ്ഞു തീർക്കുകയാണ്. മദ്രസന്ന് കൂടി പഠിപ്പിക്കാൻ കഴിയില്ല. ആ ധാരണയും വേണ്ട. മദ്രസിൽ വന്നിട്ട് എന്താ പറയുക? നിങ്ങൾ സ്കൂളിൽ വന്നിട്ട്, സ്കൂൾ മദ്രസിലാണ് വന്നിട്ട് നിങ്ങൾ ഓന്റെ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. രക്ഷിതാവിന്റെ വക, മാഷ വക എന്താ അറിയോ? രക്ഷിതാവോട് തിരിച്ച് നിങ്ങൾ ഓന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. രണ്ടാക്കും ഒന്നും തിരിയൂല. കഴിഞ്ഞു വർത്താൻ. എന്ത് ശ്രദ്ധിക്കണ്? ആര് ശ്രദ്ധിക്കണ്? ആർക്കാ സമയം? ഇതാണ് രക്ഷിതാവ് ചിന്തിക്കേണ്ടത്. ഇനി എന്റെ വീട് ഇസ്ലാമികമായി എവിടെ നിൽക്കുന്നു? ഓരോ രക്ഷിതാവും ചിന്തിക്കണം. ഇസ്ലാമികമായി എന്റെ വീട് എവിടെ നിൽക്കുന്നു? അതിനെന്ത് വേണ്ടി വരും? ചിന്തിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ചിന്തിക്കൂല. കാരണം ലോകത്തെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിന്തിക്കുക എന്ന്. അത് മനസ്സിലാക്കണം. ലോകത്ത് ഏറ്റവും ചിന്തിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചിന്തിക്കുക എന്നത്. മനഃശാസ്ത്രജ്ഞന്മാര് മാത്രമല്ല പറഞ്ഞത്, ഇസ്ലാമിലും കാണാം നിങ്ങൾക്ക്. തഫക്കുറു സാഅത്തിൻ ഖൈറും മിൻ ഇബാദത്തി 60 സന.
ഒരു മണിക്കൂർ നേരത്തെ തഫക്കുർ ചിന്ത 60 കൊല്ലത്തെ ഇബാദത്തിനേക്കാൾ മെച്ചമാണെന്ന് ബാഗ് കേട്ടുന്നല്ലാതെ നമ്മൾ തഫക്കുർ എത്ര നടത്തിയാണ്? 60 കൊല്ലത്തെക്കാൾ മെച്ചമുള്ള ഇബാദത്ത് നമ്മൾ കേൾക്കുകയാണ്, ചെയ്യുന്നുണ്ടോ എന്ന സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുകൊണ്ട് എന്റെ വീട് ഇസ്ലാമികമായി എവിടെ നിൽക്കുന്നു എന്നാണ് ചിന്തിക്കാനുള്ളത്. മറ്റൊരു കാര്യം നിങ്ങളോട് എനിക്ക് ഉണർത്താനുള്ളത്, നിങ്ങളൊക്കെ വീട്ടില് നമ്മൾ പ്രാക്ടിക്കലി ചിന്തിക്കേണ്ടി. കുറെ തിയറി പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഒരു ഇസ്ലാമിക് ലൈബ്രറി, ഒരു ഹോം ലൈബ്രറി അവനവന്റെ വീട്ടിലുണ്ടാക്കും. കാരണം സമയം പോയി കിട്ടുക എന്നത് വലിയൊരു വിഷയം. പിന്നെ 5ാം ക്ലാസ്സോ 6ാം ക്ലാസ്സോ മദ്രസ നിന്നാണ് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ ഇസ്ലാമിനെ പറ്റി എന്നും വായിക്കാൻ എന്തെങ്കിലും പുസ്തകങ്ങൾ വീട്ടിൽ, ഹോം ലൈബ്രറി. എന്താ ഒരു ബുദ്ധിമുട്ടാ, നാട്ടിൽ ലൈബ്രറിന്റെ ആയിട്ടൊന്നും കാര്യമല്ല. അവനവന്റെ വീട്ടിൽ ഒരു ഹോം ലൈബ്രറി ഉണ്ടാവുക. ഇസ്ലാമിക പുസ്തകങ്ങൾ, വ്യക്തിത്വ പുസ്തകങ്ങൾ, ഒറ്റമൂലികകൾ, രോഗങ്ങളെ പറ്റിയുള്ള പുസ്തകങ്ങൾ, ഇത്തരം പുസ്തകങ്ങൾ ഉണ്ടാകും. അത് വായിക്കും. അപ്പൊ നമ്മുടെ സമയം എന്തായി പോവും, പോയി കിട്ടും. അല്ല പിന്നെ എന്താക്കും, നമ്മൾ ടിവിന്റെ മുന്നിൽ കുത്തിരിക്കും. സമയം പോയി കിട്ടണ്ടേ? അപ്പൊ സമയം പോയി കിട്ടാൻ ഈ രീതിയിലാണ് പോകുന്നത്. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാളെ പരലോകത്തെത്തുമ്പോൾ മാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമ ഹത്താ യുസ്അല അൻ അർബഇൻ അൻ ഉംരിഹി ഫീമാ അഫ്നാ വഅൻ ശബാബിഹി ഫീമാ അബ്ലാ വഅൻ മാലിഹി മിൻ അയ്ന ഇക്തസബ ഫീമാ അൻഫഖ വഅൻ ഇൽമിഹി മാദാ അമില ബിഹി. 4 കാര്യം ചോദ്യം ചെയ്ത് മറുപടി പറയാതെ കാലടക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല എന്ന് പറയുന്ന ആ ഹദീസിന്റെ പ്രാക്ടിക്കലിലേക്ക് വരൂ. എന്താണ് നമുക്ക് പറയാനുണ്ടാവുക? പടച്ചവൻ ചോദിക്കും, നിന്റെ വയസ്സെങ്ങനെ ചെലവഴിച്ചു? പടച്ചറബെ നിത്യവും 3 മണിക്കൂർ വീതം ടിവിയുടെ മുന്നിൽ ചെലവഴിച്ചു. ഇതായിരിക്കൂലേ മറുപടി? 3 മണിക്കൂർ ഞാൻ ടിവിയുടെ മുന്നിൽ ചെലവഴിച്ചു. പിന്നെയോ 4 മണിക്കൂർ ഫുട്ബോൾ കാണാൻ ചെലവഴിച്ചു. മറ്റതെത്ര ചെലവഴിച്ചു? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പക്ഷേ ഇതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരണ്ടേ? ഈ ഹദീസൊന്നും മദ്രസ പഠിപ്പിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ കാതലായ ഭാഗത്തിലേക്ക് പിന്നീടാണ് പഠിക്കേണ്ടത്. ഇവിടെയാണ് ഞാൻ രാഷ്ട്രീയം ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. വലിയവർക്കുള്ള മദ്രസ തുടങ്ങേണ്ടിയിരിക്കുന്നു. മദ്രസത്തുൽ കിബാർ, വലിയോൽക്ക് മദ്രസ. പഠിക്കാൻ വിട്ടുപോയത് പഠിക്കാൻ, വലിയോൽക്ക് മദ്രസ. അതിനൊന്നും ഇപ്പൊ ആരെയും കിട്ടൂല. ഉടനെ പറഞ്ഞു 100% സാക്ഷരത ആളെ കിട്ടി ഇവിടെ, അല്ലേ? 65 വയസ്സായ ഇത്യാജിനെ പിടിച്ചുണ്ടോന്ന്, അല്ലേ? ഞങ്ങളെ നാട്ടിന്റെ അടുത്ത കുനിയെന്നൊരാഴ്ച എന്താത്ത പോയി ഡൽഹിയിൽ സാക്ഷരത. വലിയ വാർത്തയായിട്ട് വന്നിരുന്നു. എന്റെ നാടിന്റെ അടുത്ത കുനിയിൽ ആഴ്ച എന്താത്തെ 56ാമത്തെ വയസ്സിൽ ഡൽഹിക്ക്. ഇതിവിടെ നടക്കുമെങ്കിൽ, നടക്കണമെന്ന് തീരുമാനിച്ച് ലക്ഷ്യം വെച്ചാൽ വെക്കാത്തതുകൊണ്ടും തീരുമാനിക്കാത്തതുകൊണ്ടുമാണ് നടക്കാത്തത്. അത് നിങ്ങൾ ലക്ഷ്യം വെക്കും. വീട്ടിൽ വായിക്കാൻ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മളെ സമയം അതിലൂടെ എന്താക്കാം. എന്റെ വീട്ടിൽ ഒരു വലിയ ലൈബ്രറി ഉണ്ട്. വീട്ടിലെല്ലാവരും വായനക്കാരൻ, എല്ലാവരും നന്നായി വായിക്കും. ചെറുപ്പത്തിൽ തന്നെ വായനക്കാരായി തുടങ്ങിയിട്ടുണ്ട്. എത്ര വരെ വായിച്ചോളൂ നിങ്ങൾ ചോദിക്കുമ്പോൾ വരെ വായിച്ചോളി ഊറിച്ചോ. അപ്പൊ ഞാൻ പിന്നെ പിടിച്ചു ചെറിയല്ല. ശീലം അങ്ങനെ ആയിപ്പോയി. ഇപ്പൊ വീട്ടിൽ ഹോം ലൈബ്രറി ഉണ്ടാക്കുക. കുട്ടികളെ ആദ്യം തന്നെ അതിലെന്താ ഉണ്ടാക്കേണ്ടത്? നിങ്ങൾ മാസിക എന്നതിനേക്കാളൂ പെരി കൂടുതൽ അവിടെ വായിക്കാൻ പറ്റിയ നല്ല നല്ല പുസ്തകങ്ങൾ, ഒരുപാട് നല്ല ബുക്കുകൾ ഇറങ്ങുന്നുണ്ട്. അത് വായിക്കട്ടെ. അപ്പൊ എന്താകും? നമുക്ക് ഇൽമ് കൂടും, വിവരം കൂടും. ഒരുപാട് വായിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ, നമ്മൾ 2 കാര്യം പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഇനി പഠിക്കാൻ ബാക്കിയുള്ള പ്രധാനം ഇസ്ലാംകാരി 5 ഇസ്ലാംകാരി 6 പഠിച്ചിട്ടുണ്ട്. ഇനി ഞാൻ കൈപൊക്കി ടെസ്റ്റാ തരാൻ പോണ്. നിങ്ങൾക്ക് ആർക്കും വിഷമം തോന്നരുത്. ഇസ്ലാംകാരി 5, ഈമാൻകാരി 6, ഒന്നുണ്ട്. അതേതാന്ന് അറിയണോലൊന്ന് കൈപൊക്കിയാട്ടെ. ആരെങ്കിലും ഉണ്ടോ? ഇസ്ലാംകാരി 5, ഈമാൻകാരി 6, ഒന്നുണ്ട്.
ഒരാൾ കൈപൊക്കിയിട്ടുണ്ട്. ഓക്കെ, ഏതാണ്? സ്വന്തം കാര്യം. ആള് തമാശ ഏതായാലും പറഞ്ഞത് രസാ. മുമ്പൊരു പാട്ടുണ്ടായിരുന്നു, എന്തിലും ഏതിലും നീതിനിയാവര് സ്വന്തം കാര്യം സിന്ദാബാദ്. എന്നാ ഞാൻ ഇവിടെ പറഞ്ഞത് അതല്ല, ഇഹ്സാൻ കാര്യമാണ്. അതിന് പ്രാധാന്യം ലഭിക്കാതെ പോയിട്ടുണ്ട്. ഏതാ കാര്യം? ഇഹ്സാൻ കാര്യം. അത് ചെറുപ്പത്തിൽ മദ്രസിൽ പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു വിഷയവുമല്ല. ഇഹ്സാൻ കാര്യം പഠിക്കേണ്ടിയിരിക്കുന്നു. കേട്ടിട്ട് പോലുമില്ല. മനസ്സിലായോ എവിടെ നമ്മുടെ വിദ്യാഭ്യാസം എത്തി നിൽക്കുന്നത് എന്ന്? എന്താണ് ഇഹ്സാൻ കാര്യത്തിന്റെ പ്രാധാന്യം? ഇസ്ലാമില് ഒരു 4-5 ഹദീസുകളുണ്ട് ഇസ്ലാമിനെ മുഴുവൻ ചിത്രീകരിക്കുന്ന ഹദീസ്. അതിൽപ്പെട്ട ഒന്നിനാണ് ഈ 3 കാര്യം പറയുന്നത്. എന്താണ് ഇഹ്സാൻ കാര്യത്തിന്റെ പ്രാധാന്യം? ഇന്ന ഫിൽ ജസദി മുദ്ഗ ഇദാ സലഹത് സലഹൽ ജസദു കുല്ലു ഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. ശരീരത്തിൽ ഒരു മാംസപിണ്ഡമുണ്ട്, അതെങ്ങാനും നന്നായ കേടുവന്നു. ഈ ഖൽബ് നന്നാക്കാനുള്ള ശാസ്ത്രത്തിന്റെ പേരാണെന്ത്? ഇഹ്സാൻ കാര്യം. അതുണ്ടെങ്കിൽ നമുക്ക് എന്താവുകയുള്ളൂ? നമ്മുടെ അമല് നന്നാവുകയുള്ളൂ. ഇത് നമ്മൾ എങ്ങനെ പഠിക്കുമിനി? നീ വായിച്ച് പഠിക്കലല്ല, ക്ലാസ് വെക്കലല്ലാതെ മാർഗമില്ല. ഈ കാര്യം വന്നാൽ നമ്മൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ദുരനുഭവങ്ങളും കുറയും. മനസ്സിലായോ? ഖൽബിന്റെ ശുദ്ധീകരണം നടക്കും. ഖൽബിന്റെ ശുദ്ധീകരണം നടക്കുമ്പോഴാണ് ഇത്തരം മലീമസതകൾ എന്താകും? പുറത്തേക്ക് പോകും. അത് പുറത്തേക്ക് കളയാനുള്ള മാർഗം ഇഹ്സാൻ കാര്യം വ്യക്തമായി പഠിക്കലാണ്. ഇഹ്സാൻ കാര്യം പഠിപ്പിക്കുന്നതാണ് അദിക്കിയ എന്ന കിതാബുണ്ട്, ഹിയ്യ ഉലൂമുദ്ദീനുണ്ട്, കീമിയ സാദയുണ്ട്. ഇങ്ങനെയുള്ള ഇഹ്സാൻ കാര്യം പഠിപ്പിക്കുന്ന ഒരുപാട് നമ്മൾ പഠിച്ചിട്ട് പോലുമില്ല പലരും. അതിന്റെ മറ്റൊരു ചെറിയ രൂപമാണ് അഖ്ലാഖ്. ഒരു ചെറിയ രൂപം. അതാണ് സഹോദരരെ, നമ്മളതിലൊക്കെ തന്നെ നിങ്ങളൊക്കെ വായനാശീലം വളർത്തുക, വീട്ടിലുണ്ടാക്കുക. ഇത്രയൊരു പരിപാടി സംഘടിപ്പിക്കാൻ എത്ര ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾ മനസ്സിലാക്കിയത്. കമ്മിറ്റിക്കാർ കുറെ മെനക്കെട്ടു. ഇന്ന് ആദ്യം വിളിച്ചു, ഞാൻ പറഞ്ഞു ദൂരമാണ്, വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നെയും വിളിച്ചു. നിങ്ങൾ കാണിച്ച സ്നേഹത്തിന് ഏതായാലും നന്ദി. കാരണം രാത്രി ഒരു പ്രോഗ്രാമിന് പോയാൽ പിറ്റേന്ന് രാവിലത്തെ പ്രോഗ്രാമിന് എന്താകും? സ്വാഭാവികമായും ബാധിക്കും. നമ്മൾ മനുഷ്യനായിരിക്കുമല്ലോ. ഞാൻ പറയുന്നത് ഏതായാലും പ്രത്യേകിച്ച് നിങ്ങളെ മഹലിന്റെ ഈ താല്പര്യവും അതിന്റെ രീതിയും കണ്ടപ്പോൾ അൽഹംദുലില്ലാഹ് എനിക്ക് സന്തോഷമുണ്ട്. ഇനിയും സദസ്സ് കാണുമ്പോഴും ഇതിന്റെ രീതി കാണുമ്പോഴും ഉണ്ടാകുന്ന പരിവർത്തനമാണ്. ആ ദയവായി പങ്കെടുക്കാനുള്ള ഒരു താല്പര്യം കൂടിയുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നിരിക്കുന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇസ്ലാമിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ഇനി പഠിക്കാം. ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ പാൻപരാഗ് തുടങ്ങുന്നു. പാൻപരാഗ് അതിൽ നിന്ന് തുടങ്ങി പിന്നെ എന്നാ എങ്ങോട്ട് പോകും? മറ്റുള്ളതിലേക്ക് കുട്ടികളും. അതും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊന്ന് രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇടയ്ക്കിടെ കുട്ടികളുടെ ബാഗൊക്കെ ഒന്ന് തുറന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? യെസ്. ഒന്നും ഉണ്ടായിട്ടല്ല, തുറന്ന് നോക്കുന്നത്. പിന്നെ രക്ഷിതാക്കളൊക്കെ എന്താ ചെയ്താൽ, നിങ്ങള് വലിയ പൈസക്കാരൊക്കെ കുട്ടികളെ റൂമിൽ തന്നെ കമ്പ്യൂട്ടർ വെച്ച് കൊടുത്തിരിക്കുക. അതൊക്കെ വലിയ നാക്കളുണ്ട്. ഓരോ കുഞ്ഞാൻ ഓരോ കമ്പ്യൂട്ടർ കൊടുത്തിരിക്കുന്നു. ഭയങ്കര പത്രാസ. എത്രമാത്രമാണ് അപകടം വരുത്തുക എന്നറിയോ നിങ്ങൾക്ക്? ഒന്നും വേണ്ട, വെറും ഇന്റർനെറ്റ് കണക്ഷൻ മാത്രം മതി കുട്ടികളെ കേടുവരുത്താൻ. വേറെ വസ്തുവും വേണ്ട. അപ്പൊ നമ്മളെ സ്കൂളിലൊക്കെ ഇന്റർനെറ്റിനെ പറ്റി പഠിപ്പിക്കുന്നു എന്നതൊക്കെ ശരിയാണ്. പക്ഷേ ഇന്റർനെറ്റിൽ എന്തൊക്കെയാണ് ലഭ്യം എന്ന് ചോദിച്ചാൽ പറയാതിരിക്കലാണ് ഏറ്റവും നല്ലത്. പലർക്കും അതറിയില്ല, ഇത് അറിയുന്ന പലരും ഉണ്ട്. ഇന്റർനെറ്റൊക്കെ കേൾക്കാൻ നിരുപദ്രവിയായതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തൊക്കെ തോന്നിയാൽ അതിലുള്ളത് എന്നത്
വേറൊരു മേഖലയാണ്. അത് കത്തയക്കാൻ ഉപയോഗിക്കാം, പാസ്പോർട്ടിന്റെ കോപ്പി അയക്കാൻ ഉപകരിക്കാം, പഠിക്കാൻ ഉപയോഗിക്കാം, ഏത് വിഷയത്തിനും ഉണ്ടോ എന്ന് നോക്കാം, അതിനൊക്കെ പറ്റും. പക്ഷെ അത് നോക്കുന്നതിന്റെ ഇടയ്ക്ക് പരസ്യക്കാരൻ വേറെ വിവരമായിട്ട് കടന്നു വരും. നമുക്ക് ആവശ്യമല്ല. അല്ലാതെ ഇപ്പം ഫ്രീ സർവീസ് തരാണോ ജിമെയിൽ? യാവ് ഫ്രീ സർവീസ് വെറുതെ തരല്ല, അയാൾക്ക് അതിന്റെ ഇടയിൽ തരുന്നത്. അതിന്റെ ഇടയ്ക്ക് പരസ്യം വരും. പരസ്യം വളരെ വൾഗറായ പരസ്യങ്ങളായിരിക്കും വരുന്നത്. കമ്പ്യൂട്ടറിന് നമ്മൾ പറയുള്ളൂ, കമ്പ്യൂട്ടർ വെച്ച് എന്തും കാണുന്നതാണ്. കമ്പ്യൂട്ടറിന് കൺട്രോൾ വെച്ചേ പറ്റൂ. എന്റെ വീട്ടിലുണ്ട്, ഞാൻ TV വാങ്ങിയിട്ടില്ല. അവസാനം ഏതായാലും ഇവര് പറഞ്ഞ് വാങ്ങി ഞാൻ ഒരു കമ്പ്യൂട്ടർ വാങ്ങി നോക്കുമ്പോൾ പിന്നെന്താ സംഭവിക്കുന്ന കാര്യങ്ങൾ? പിന്നെ കുട്ടികൾ കമ്പ്യൂട്ടർ ഗെയിമിന്റെ അടിമകൾ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് പാസ്വേഡ് എന്റെ കയ്യിലാണ് വെച്ചത്. ഏത് ഞാൻ ഉള്ള സമയത്ത് എന്റെ സമ്മത്തോടു കൂടി ഞാൻ പോയി തുറന്നു കൊടുക്കും. 15 മിനിറ്റ് 20 മിനിറ്റ് അലൗഡ്. അത് കഴിഞ്ഞാൽ എന്റെ കയ്യിലാണ് കമ്പ്യൂട്ടറിന്റെ പാസ്വേഡ്. ആദ്യം ഞാൻ ഒറ്റൊന്ന് ഫ്രീ ആയി തുറന്നിട്ട് നോക്കുമ്പോ എന്റെ മുന്നിൽ നിന്ന് പോരുന്നില്ല. ഈ കമ്പ്യൂട്ടറും കുട്ടികളെ കേടുവരുത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇയാളപ്പം പ്രസംഗിപ്പിക്കാൻ കൊണ്ടുവന്ന് നോക്കുമ്പോ ഒന്നും നടക്കാത്ത കോലത്തിലാണല്ലോ. അതിന് എനിക്ക് വിരോധമില്ല, മനസ്സിലായില്ലേ? അതിന് എനിക്കൊരു വിരോധമില്ല. ഞാനൊരു മനഃശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലക്ക് മനുഷ്യന്റെ സ്വഭാവത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്ന എന്റെ വളരെ വിനീതമായ വളരെക്കാലത്തെ പഠനത്തിൽ നിന്ന് എനിക്ക് ബോധ്യപ്പെട്ടത്, മനഃശാസ്ത്രജ്ഞന്മാര് പറഞ്ഞത്, ഇസ്ലാമിക ചിന്തകന്മാർ പറഞ്ഞത്, അതൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അമേരിക്കയിൽ ഒരു ചിന്തകൻ എന്താ പറഞ്ഞ കാര്യങ്ങള്? മുമ്പ് കുട്ടിയുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിരുന്നത് മാതാവായിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടിയുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ടിവിയാണ് എന്നാ പറഞ്ഞത്. മുമ്പ് കുട്ടിയുടെ സ്വഭാവത്തെ ഏറ്റവും സ്വാധീനിച്ചത് മാതാവായിരുന്നുവെങ്കിൽ ഇന്ന് കുട്ടിയുടെ സ്വഭാവത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ടിവിയാണ് എന്ന്. എന്താ ടിവിയിലെ സ്വാധീനം? നമുക്കറിയാം. എന്താ ഫിലിമിന്റെ സ്വാധീനം? 2 വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ വർത്താനത്തിന് കൊടുവാളുമായിട്ട് മമ്മൂട്ടി ഓടുക. അപ്പൊ കുട്ടി മനസ്സിലാക്കാണ് 2 വർത്താനം കഴിഞ്ഞാൽ പിന്നെ കൊടുവാളുമായിട്ട് ഓടേണ്ടതാകുന്നു. കാരണം ബിഹേവിയർ ഈസ് കോപ്പി. പെരുമാറ്റം കോപ്പി അടിക്കപ്പെടുകയാണ്. അത് നമ്മൾ അറിയണം. അമേരിക്കയിലും ഇംഗ്ലണ്ടിലാണെങ്കിൽ 3 വർത്താനം കഴിഞ്ഞാൽ 4ാമത്തെ വർത്താനത്തിന് ഇതാ കാണുന്നത്. കുട്ടികളെ അപ്പടി പകർത്തുന്നു. പിന്നെ ഫിലിമിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ലോ, പ്രേമമില്ലാത്ത സിനിമയില്ല, പകർത്തുന്നു. ഇതാ സംഭവിക്കുന്നത്. അപ്പൊ ചുരുക്കത്തിൽ അന്തരീക്ഷം അങ്ങേയറ്റം മലീമസമാണ് എന്ന് രക്ഷിതാക്കളെ അറിയുക. ഈ മലീമസമായ അന്തരീക്ഷത്തിൽ നിന്ന് ഇന്നത്തെ മാസ് മീഡിയ എന്ന് പറയുന്ന റേഡിയോ, TV, പത്രം, മാസിക, സ്പോർട്സ്, ഗെയിംസ്, ഇവിടൊക്കെ തന്നെ ഒരുപാട് അനാവശ്യങ്ങളും അശ്ലീലതകളുമുണ്ട്. വളരെയധികം മലീമസമായ അന്തരീക്ഷമാണ്. ഈ മലീമസമായ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മളെ മക്കളെ രക്ഷിച്ചെടുക്കുക എന്നത് അത്ര എളുപ്പമാണെന്ന് ധരിക്കണ്ട. വളരെ ശ്രമകരമായ ജോലിയാണ്. നമ്മൾ എന്തിനാ മക്കളെ പോറ്റുന്നത്? നിങ്ങൾക്ക് എന്തിനാ കുട്ടികളെ പോറ്റുന്നതെന്ന് പറഞ്ഞാട്ടെ. ഇയാള് ചോദിക്കണ ഓരോ ചോദ്യം ചോദിച്ചു, എന്തിനാ ഞങ്ങൾ കുട്ടികളെ പോറ്റുന്നത്? അപ്പൊ ഒരു പെണ്ണ് എന്നിട്ട് പറഞ്ഞു, ഉണ്ടായിപ്പോയില്ല, ഇനി പോയിട്ടില്ല, അതെന്താക്കാനാ? അതൊരു മറുപടി തന്നെ. ഏത് ഉണ്ടായി പോലാണല്ലോ. അതിനെപ്പറ്റി വല്ലതും ചിന്തിച്ചു നിങ്ങൾ ആരെങ്കിലും? എന്തിനാ അതിട്ടുള്ള പോറ്റണത്? കുട്ടികളെ പോറ്റുന്നതും സന്തോഷത്തിന് വേണ്ടിയാവും. പക്ഷേ നിങ്ങളെ കുട്ടികളെ പോയി നിങ്ങൾക്ക് സന്തോഷം തരുന്നുണ്ടോ എന്ന് നിങ്ങൾ അറിയേണ്ടതാണ്. കുട്ടികളെ പോറ്റുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്. നിങ്ങൾ എന്തിനാണ് ഭാര്യ സന്തോഷത്തിന് വേണ്ടി? എല്ലാ ബന്ധങ്ങളും സുഖത്തിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക കൂട്ടുകെട്ടാകുന്നു. ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ ബന്ധങ്ങളും
സുഖത്തിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക കൂട്ടുകെട്ടാകുന്നു. ഏതായാലും ഒരാൾ മരിച്ചാൽ ഏതായാലും കഴിയില്ല. മാക്സിമം പോയാൽ ഏതുവരെ പോവും? മറ്റേയാൾ മരിക്കണവരെ, അത്രയല്ലേ പോവുള്ളൂ. യെസ്. അപ്പൊ എല്ലാ ബന്ധങ്ങളും നമ്മുടെ സുഖത്തിന് വേണ്ടിയുള്ള ഒരു താൽക്കാലിക കൂട്ടുകെട്ടാകുന്നു. ഭാര്യാഭർത്തൃബന്ധം നമ്മൾ പുലർത്തുന്നത് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇതെവിടെ പറഞ്ഞു? ഞാൻ മനഃശാസ്ത്രത്തിലേക്ക് പോകുന്നില്ല, ഞാൻ ഖുർആനിലേക്ക് വരാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ. ഖുർആനിൽ വെച്ച വാക്കാട്ടോ നിങ്ങൾ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ഞങ്ങളുടെ ഭാര്യമാരിൽ ഭർത്താക്കന്മാരിൽ. സൗജി എന്ന വാക്കിന് ഭാര്യ എന്നും ഭർത്താവ് എന്നും രണ്ടർത്ഥമുണ്ട്. ഇംഗ്ലീഷിൽ സ്പൗസ് എന്ന വാക്കിന്റെ അർത്ഥം പോലെ. ഇംഗ്ലീഷിൽ സ്പൗസ് എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കും പറയാം ഭർത്താവിനും പറയാം. അതിന് തുല്യമായൊരു വാക്കാണ് അറബിയിലുള്ള സൗജ്. ഭാര്യയ്ക്കും ഭർത്താവിനും പറയും സൗജ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. ഞങ്ങളുടെ ഭാര്യമാരിലും ഭർത്താക്കന്മാരിലും ഞങ്ങളുടെ മക്കളിലും നൽകണേ ഖുർറത അഅ്യുനിൻ. സുഖം എന്നല്ല അർത്ഥം വെക്കേണ്ടത്, ആനന്ദം എന്നർത്ഥം വെക്കേണ്ടിയിരിക്കുന്നു. ആനന്ദം നൽകണമേ, ആനന്ദം നൽകണമേ. കണ്ടോ നിങ്ങൾ? കുട്ടികളെ പോരുന്ന അതിന. കുട്ടികൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് ആനന്ദം നൽകുന്നത്? കുട്ടി വിജയിക്കുമ്പോൾ നമുക്ക് ആനന്ദം. സ്കൂളിലേക്ക് ചെന്ന് നോക്കുമ്പോൾ നല്ല സ്വഭാവമാണെന്ന് അധ്യാപകൻ പറയുമ്പോൾ ആനന്ദം. മദ്രസയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ ഉസ്താദ് പറയും നിങ്ങളുടെ കുട്ടി നല്ല പഠിക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ ആനന്ദം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറയുമ്പോൾ ആനന്ദം. നല്ല പെരുമാറ്റം കുട്ടി കാണിക്കുന്നുണ്ട്. മരിച്ചു കഴിയുമ്പോൾ ഖബറിന്റെ പുറത്തു വന്ന് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഖബറിൽ നിങ്ങൾക്ക് ആനന്ദം. പക്ഷെ അത്തരത്തിലുള്ള മക്കൾ ഉണ്ടാക്കി തീർക്കണമെങ്കിൽ രക്ഷിതാക്കളായ നിങ്ങൾ ജാഗ്രത, അല്ലാതെ യാതൊരു രക്ഷയുമില്ല. കേടുവരാനുള്ള സാധ്യത പരിസരം നിറഞ്ഞു നിൽക്കുകയാണ്. പരിസരം നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് നമ്മൾ അറിയേണ്ടത്. അപ്പൊ നമ്മൾ കുട്ടികളെ പോറ്റുന്നത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. നമ്മൾ വയസ്സാകുമ്പോൾ ആരാ നമ്മളെ നോക്കുന്നത്? എന്താ യൂറോപ്പിലെ സ്ഥിതി? അവിടെ യൂത്ത് ഹോസ്റ്റലിനേക്കാൾ കൂടുതൽ വയസ്സൻ ഹോസ്റ്റലുകളാണ്. എന്തുകൊണ്ട് ഇത്രയധികം വയസ്സൻ ഹോസ്റ്റലുകൾ യൂറോപ്പിൽ വന്നു? വയസ്സാകുന്നതോടുകൂടി മാതാപിതാക്കളോട് സ്നേഹമില്ലാതെ വലിച്ചെറിയുകയാണ്. അക്കാരണം കൊണ്ട് വയസ്സൻ ഹോസ്റ്റലുകൾ കേരളത്തിലും തുടങ്ങി. വയസ്സൻ ഹോസ്റ്റലുകൾ 5 സ്റ്റാർ വയസ്സൻ ഹോസ്റ്റൽ വരെ തുടങ്ങിയിട്ടുണ്ട്. ഇതുവരെ പോറ്റിക്കൂടി നടന്നിട്ട് അവസാനം കിട്ടുന്നത് അതാണ്. അപ്പൊ വയസ്സാകുന്ന കാലഘട്ടത്തിൽ നമ്മളെ നോക്കണം. നമ്മളെ മക്കള് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഉപകരിക്കുന്നത്? ഇതാ മാത്തൽ ഇൻസാനു ഇൻഖത അമലു ഇല്ലാ മിൻ സലാത്ത് സദഖത്തുൻ ജാരിയത്തുൻ ഔ ഇൽമുൻ യതഫഉ ബിഹി ഔ വലദുൻ സാലിഹുൻ യദഊലുഹു. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 3 കാര്യങ്ങളാണ് നമുക്ക് ബാക്കിയാകാൻ പോകുന്നത്. ഒന്ന് ജാരിയായ സദഖ, ഉപകാരപ്പെടുന്ന ഇൽമ്. മൂന്നാമത് എന്താ പറയുന്നത്? 2 കണ്ടീഷനുള്ള മക്കൾ. ഔ വലദുൻ സാലിഹുൻ യദഊലുഹു. വെറും വലതല്ല, തരികുട്ടിയല്ല. വലദുൻ സാലിഹുൻ യദഊലുഹു. മാതാപിതാക്കൾക്ക് വേണ്ടി അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിയായ സന്താനം. രക്ഷിതാക്കളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരന്മാരെ, നിങ്ങൾ ആഗ്രഹിക്കണം എന്റെ മകൻ സാലിയാകണമെന്ന്. അവന് ഡിഗ്രിക്കാരനാവണം, അവൻ ഡോക്ടറാവണം, അവൻ എഞ്ചിനീയർ ആവണം എന്ന് പലരും ആഗ്രഹിക്കുന്നു. ആഗ്രഹമില്ലേ പലർക്കും? ഉണ്ട്. എല്ലാവരെയും ആഗ്രഹമാണ്. നിങ്ങളുടെ മക്കൾ എന്താണ് ആവേണ്ടത്? അവൻ ഡോക്ടർ ആവണം, മറ്റവൻ IAS ആവണം, അവൻ IFS ആവണം, മറ്റവൻ IPS ആവണം. ശരി, എന്റെ മകൻ സാലിയാവണം എന്ന് ലക്ഷ്യം വേണ്ടേ? രക്ഷിതാക്കളെ, ഈ ലക്ഷ്യം കൂടി വെക്കൂ നിങ്ങൾ. അതിനുവേണ്ടിയുള്ള ശ്രമം നമുക്ക് കൂട്ടായി നടത്താവുന്നതാണ്. മഹലിൽ നടത്താവുന്നതാണ്. മഹലിനൊരു പദ്ധതി ഉണ്ടാക്കാവുന്നതാണ്. ഓരോ വ്യക്തിയെയും നിരീക്ഷിക്കാവുന്നതാണ്. മഹല് ഇസ്ലാമിക രീതിയിലേക്ക് വളർന്നു വരുമ്പോൾ അൽഹംദുലില്ലാഹ് നിങ്ങൾക്ക് തന്നെ ആനന്ദം അനുഭവപ്പെടും. മറ്റുള്ളവർക്ക് നിങ്ങൾ മാതൃകയാകും. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ. നിങ്ങൾ ഏതെങ്കിലും നല്ല മാതൃക എങ്ങാനും നടപ്പിലാക്കിയാൽ, മറ്റുള്ളവരത് മാതൃകയായി സ്വീകരിച്ചാൽ അതിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും കിട്ടും. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. പാരാതിയിലേക്ക് നമ്മൾ വളർന്നു വരിക. ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. അപ്പൊ ഈ വിഷയത്തില്
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ എണ്ണി പറഞ്ഞിരിക്കുന്നത്. കാരണം ഇതൊരു സുപ്രഭാതത്തിൽ വരികയല്ല. ഒന്ന്, കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കൊടുക്കുക. അതിന് കുറെ വിശാലമായി എടുക്കേണ്ടതാണ്. തിരിയുന്ന ഭാഷയിൽ എന്ന് പറഞ്ഞാൽ മതിയാവുന്ന തിരിയുന്ന ഭാഷ വളരെ ചില കാര്യം ഒരു വട്ടം പഠിച്ചാൽ മാത്രം തലയിൽ കയറുമല്ലോ. ഒന്ന് നമ്മൾ പഠിച്ചിട്ട് മാത്രം കാര്യമല്ല, നമ്മളത് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ എന്താകും നേരം വരും. നമുക്കിപ്പോ അറിവുള്ള മുഴുവൻ നമ്മൾ പ്രാക്ടീസ് കൊണ്ടുവന്ന അഭിപ്രായം ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല, കൊണ്ടുവരാൻ നേരം വരും. അവിടെ എന്തെങ്കിലും ഒരു വിഷയമുള്ളത് നമ്മൾ കേൾക്കാഞ്ഞിട്ടൊന്നുമല്ല, ചില കാര്യം നമുക്ക് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ അത് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ സമയമെടുക്കും. അതിനാണ് പിന്നെ രണ്ടാമതും മൂന്നാമതും ക്ലാസ് ആവശ്യമായി വരുന്നത്. അപ്പൊ കുട്ടികൾക്ക് തിരിയുന്ന ഭാഷയിൽ സ്നേഹം കൊടുക്കുക. അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നന്നായിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട് എന്ന് പറയുക. അങ്ങനെ ചെയ്യേണ്ട രീതി വാക്കുകളടക്കം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത് പഠിക്കുക. രക്ഷിതാക്കൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾ എവിടെയുള്ളത് എന്നൊന്ന് നോക്കുക. അവർ അഭിനന്ദനം അറിയിക്കുന്നെങ്കിൽ അത് കൊടുക്കുക. നഴ്സറിയിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവര് ഉമ്മ വെച്ച് തന്നെ പറഞ്ഞയക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കുട്ടിക്ക് സ്നേഹമുണ്ട് എന്ന് തോന്നൽ അങ്ങനെയാണ്. സ്പർശനമാണ് സ്നേഹമുണ്ട് എന്ന് തെളിയിക്കുന്ന ഒന്നാമത്തെ ആയുധം. അത് നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊന്ന്, കുട്ടികളുടെ കാര്യത്തിൽ ഉമ്മയും ബാപ്പയും കുട്ടിയുടെ മുന്നിൽ വെച്ച് തർക്കിക്കാതിരിക്കുക. അത് അങ്ങേയറ്റം അപകടം പിടിച്ച ഒന്നാണ്. അങ്ങേയറ്റം അപകടം പിടിച്ച ഒന്നാണ്. പിന്നെ അടിക്കുന്നവരുണ്ട്. ഈ കുട്ടികളെ അടിച്ചാൽ കുട്ടികൾ നന്നാകുമെന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നത് അടിച്ചാൽ കുട്ടികൾ നന്നാവാനുള്ള സാധ്യത വെറും 10% മാത്രമാണ്. ഒന്നുകിൽ കുട്ടി അതിനെ റെസിസ്റ്റ് ചെയ്യും. എന്താ റെസിസ്റ്റ് ചെയ്യാൻ? തച്ചോളി വാപ്പ ഞാനുണ്ടോ നന്നാണ്, കയ്യോട് വെച്ചിടും. അതാണ് റെസിസ്റ്റൻസ്. രണ്ടാമത് നിങ്ങൾ മനസ്ഥിതി വളർത്തിയെടുക്കും. പ്രതികാര മനസ്ഥിതി വളർത്തിയെടുക്കും. 3, ഹേറ്റ്രഡ്, വെറുപ്പ് ഉണ്ടാവും. കുട്ടിനെ ശിക്ഷിക്കാതെ നന്നാക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ മാത്രമേ അത് കഴിയുള്ളൂ. അടിക്കാൻ ഒരു ട്രെയിനിങ്ങും വേണ്ടല്ലോ. നമുക്ക് നമ്മളെ മാതാപിതാക്കളിൽ കിട്ടിയത് സ്റ്റോക്കല്ലേ എന്ന് എടുത്ത് അങ്ങനെ കൊടുത്താൽ പോരെ. അതിന് ട്രെയിനിങ് ഒന്നും വേണ്ട. കമാറ്റികളെ ശിക്ഷ മൂലം കുട്ടികൾ നിങ്ങളെ വെറുക്കും. തീരെ കണ്ടാൽ ഞാൻ പറയുന്നില്ല. പക്ഷെ കണ്ടമാനം അടിച്ചതുകൊണ്ട് കുട്ടികൾ നന്നാകുമെന്ന ധാരണ നിങ്ങൾക്ക് വേണ്ട. കുട്ടികൾ തെറ്റെന്തെങ്കിലും കണ്ടാൽ സ്നേഹത്തോടെ ഉപദേശിക്കുക. എന്താ ചെയ്യേണ്ടത്? നമ്മളെങ്ങനെ ഉപദേശിക്കല്? ദേഷ്യം പിടിച്ചാ ഉപദേശിക്കുക. ആണോ അല്ലേ? ഇനി മേലെങ്ങാനും ഇത് ആവർത്തിച്ചാൽ അപ്പൊ കുട്ടിക്കെന്നെ തോന്നും ആവർത്തിച്ചപ്പോ എന്താ വരിക? നമ്മൾ ദേഷ്യം പിടിച്ചാണ് ഉപദേശിക്കുന്നത്. ദേഷ്യം പിടിച്ച് ഉപദേശിച്ചാൽ കുട്ടി സ്വീകരിക്കില്ല. സ്നേഹത്തോടെ ഉപദേശിക്കുക. അതാണ് ഒന്ന് ചെയ്യേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കുട്ടിക്ക് അംഗീകാരം കൊടുക്കുക. ഇതിന് ഇംഗ്ലീഷിൽ പറയുന്നത് പോസിറ്റീവ് സ്ട്രോക്ക് എന്നാണ്. നന്നായിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ സമയത്ത് കുട്ടി പഠിച്ചുകൊണ്ടിരിക്കാന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്താ ചെയ്യേണ്ടത്? പഠിച്ചുകൊണ്ടിരിക്കുകയാണോ? ഇപ്പൊ എന്റെ കുട്ടികളെ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മളൊന്ന് കാണുക, അംഗീകാരം കിട്ടുക എന്ന് ഓർക്ക് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇത് കാണാതെ നമ്മളോട് പോയ കുട്ടി എന്താ കരുതാറിയോ? ഈ തന്തക്ക് എന്റെ പഠിപ്പിന് ഒരു താല്പര്യമില്ല. ഇവിടെ പഠിക്കേണ്ടത്. അപ്പൊ നമ്മളത് കുട്ടി പഠിക്കുന്നത് കണ്ടെന്നറിയാൻ എന്താ ചോദിക്കുന്നത്? നാളെ എന്താ വിഷയം? ഒന്ന് ചോദിച്ചാൽ മതി. അതിന് വലിയ ചെലവൊന്നുമില്ല. 900 മുടക്കേ ഉള്ളൂ. 900 തൊള്ളന്നെ മുടക്കി. ഇവിടെയാണ് രക്ഷിതാവ് പഠിക്കേണ്ടത്. മോശപ്പെട്ട രക്ഷിതാവാണോ സംഗതി കുട്ടികളുടെ രൂപം മാറും. അതുറപ്പാണ്. ഞാനിവിടെ പറഞ്ഞല്ലോ, ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് ജൂതന്മാരെ കൊന്നൊടുക്കി. നിങ്ങൾക്കറിയോ അയാളെ പിതാവ് അയാളോട് പെരുമാറിയത്? കാരികളെ കെട്ടിയിടുന്നത് പോലെ കെട്ടിയിട്ട് കാരിന്മേൽ കെട്ടിയിട്ട് ചാട്ടവാറ് കൊണ്ട് ഇയാൾ അടിക്കുമായിരുന്നു ഹിറ്റ്ലറെ. അതാ സ്ഥിതി. മിക്കവാറും നമ്മളെ കാളികൾ എടുത്തുക, മിക്കവാറും വീട്ടിലെ അവസ്ഥ മോശമാണ് എന്ന് കാണാം. മിക്കവാറും എന്ന് ഞാൻ പറയും. മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം മോശമായിരിക്കും.
അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ സംഭവിച്ചിരിക്കും, അല്ലെങ്കിൽ ബഹളായിരിക്കും, അല്ലെങ്കിൽ പിതാവ് ഉമ്മയെ തല്ലുന്നുണ്ടായിരിക്കും. ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഉണ്ടാവും. അതങ്ങൾ മനസ്സിലാക്കേണ്ട. അപ്പോൾ ഇത്തരം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ കുറച്ച് സിലബസ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കുട്ടികളോടുള്ള പെരുമാറ്റത്തിന്റെ രീതി, അവർക്ക് സ്നേഹം കൊടുക്കരുത്, കുട്ടികളുടെ ജീവിത രീതി നമ്മൾ ശ്രദ്ധിക്കരുത്, അവരെ വസ്ത്രധാരണ രീതി പരിശോധിക്കരുത്. അതുപോലെ തന്നെ അവരെവിടെയാണ് പഠിക്കുന്നത് അവിടെയും ഒരു കണ്ണ് വെക്കരുത്. മറ്റു കുട്ടികളോട് ചോദിക്കരുത്. നിങ്ങൾക്ക് വിശ്വാസമുള്ള നല്ലവരായ കുട്ടികളോട് നമ്മുടെ കുട്ടികളെ പറ്റി നമുക്ക് അന്വേഷിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെങ്കിൽ, വേണമെങ്കിൽ ഞാൻ സമയം തരാം, അല്ലെങ്കിൽ അവസാനിപ്പിക്കും. പിന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്കറിയാമല്ലോ ഇതിന്റെ നിയമവശം. പ്രായപൂർത്തിയായതാണെങ്കിൽ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയുകയില്ല. പ്രായപൂർത്തിയാവാത്തതാണ് എങ്കിൽ ആളെ കാണാനില്ല എന്നൊരു കേസ് കൊടുക്കാം. മൈനറെ തട്ടിക്കൊണ്ടുപോയി എന്നൊരു കേസ് കോടതിയിൽ ഹാജരാക്കും. സ്വാഭാവികമായും രക്ഷിതാക്കളെ കൂടെ കുട്ടിയെ വിടുകയും ചെയ്യും. പ്രായപൂർത്തിയായ കുട്ടിയാണെങ്കിൽ കൊണ്ടുപോയി എന്ന് കേസ് കൊടുത്താൽ കോടതിയിൽ ഹാജരാക്കും. കോടതി ചോദിക്കും ആരെ കൂടെയാണ് പോകുന്നത് എന്ന്. ഞാൻ ഇവന്റെ കൂടെയാണ് പോകുന്നത് എന്ന് കുട്ടി പറഞ്ഞാൽ പ്രായപൂർത്തിയായ കുട്ടിക്ക് അവന്റെ കൂടെ പോവാൻ കോടതി അനുവദിക്കുന്നതാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ നാടിന്റെ കോടതിയുടെ സ്ഥിതി എന്താണ് എന്ന്. ഇതിനു മുമ്പ് സുപ്രീം കോടതി എന്താ വിധിച്ചത്? വിവാഹം കഴിക്കാതെ തന്നെ രണ്ടുപേർ സമ്മതത്തോടു കൂടിയാണ് കൂടെയാണ് ജീവിക്കുന്നതെങ്കിൽ അതിന് തകരാന്ന് വിധിച്ച സുപ്രീം കോടതിയാണ്. ഒരു വിവാഹം വേണ്ട, രണ്ടാൾ സമ്മതപ്രകാരമാണ് കൂടെ ജീവിക്കുകയെങ്കിൽ ഒരു വിവാഹവുമില്ലാതെ തന്നെ കൂടെ ജീവിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിയമപരമായി കാര്യം കിടക്കുന്നത് അവിടെയാണ് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. പിന്നെ നിയമത്തിന്റെ വഴിക്ക് പോകും എന്നാണ് നിങ്ങൾ ധരിക്കേണ്ടത്. അതായത് രോഗത്തെപ്പറ്റി നമ്മൾ പറയാറുള്ളത് പോലെ പ്രിവെൻഷൻ ഈസ് ബെറ്റർ. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതിരിക്കാൻ കരുതലാണ്. ഈ രംഗത്തും അങ്ങനെ തന്നെയാണ്. ഇത് അതിനേക്കാളും വലിയ രോഗമാണ്. ചികിത്സ വളരെ കുറവായി ഈ രോഗത്തിന്. ശരിക്കും മനസ്സിലാക്കിക്കോളൂ. ഈ രോഗത്തിന് ഒരേ ഒരു മരുന്ന് ചികിത്സ ഏതായാലും ഇല്ല. ആകെയുള്ള ചികിത്സ കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗിൽ ആകെ വിജയിക്കുന്നത് 30%. ബാക്കി 70% കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അത്രയും മാരകമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു രോഗത്തിനൊക്കെ ഇന്ന് മരുന്നുണ്ട്. ഈ രോഗത്തിന് മരുന്ന് കൗൺസിലുള്ളൂ. കൗൺസിലിന്റെ ശതമാനം വളരെ കുറവാണ്. വിട്ടുകിട്ടുന്നില്ല. വളരെ പ്രയാസമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ വിഷയമെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടോ? എത്ര ദയനീയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇതിന്റെ അർത്ഥം ആകെയുള്ള ചികിത്സ കൗൺസിലിംഗ് ആണ്. കൗൺസിലിംഗിൽ ആകെ വിജയിക്കുന്നത് 30%. ബാക്കി 70% കഴിയുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. അത്രയും മാരകമാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. മറ്റു രോഗത്തിനൊക്കെ ഇന്ന് മരുന്നുണ്ട്. ഈ രോഗത്തിന് മരുന്ന് കൗൺസിലുള്ളൂ. കൗൺസിലിന്റെ ശതമാനം വളരെ കുറവാണ്. വിട്ടുകിട്ടുന്നില്ല. വളരെ പ്രയാസമായിട്ടാണ് അനുഭവപ്പെടുന്നത്. കാരണം അങ്ങനത്തെ ഒരു കാര്യമാണ് ഈ വിഷയമെന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്നുണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഉണ്ടോ? ഉള്ള അവസാനത്തെ പോയിന്റ് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. ഒന്ന്, കേട്ട കാര്യങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കണം. പലപ്പോഴും നമ്മൾ പ്രസംഗം കേൾക്കുന്നുണ്ട്, പക്ഷേ കേട്ടത് നടപ്പിലാക്കാൻ തീരുമാനിക്കില്ല. അതുകൊണ്ടാണ് മാറ്റം വരാത്തത്. പ്രസംഗം നല്ല പ്രസംഗമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? നല്ല പ്രസംഗമാണ്. മാറ്റം വേണം. നിങ്ങൾ തീരുമാനം എടുക്കണം. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഓരോരുത്തരും ഇപ്പൊ എന്താ തീരുമാനം എടുത്തതെന്ന്. ഇന്നത്തെ എന്റെ 2 മണിക്കൂർ നേരത്തെ പ്രസംഗത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ തീരുമാനം എടുത്തു? വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇത് ഉപകാരപ്പെടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. എന്തൊക്കെ തീരുമാനമെടുത്തു?
ഈ ലക്ഷ്യം വെച്ചെങ്കിലേ നേടാൻ കഴിയുകയുള്ളൂ. ആളുകൾ നേടാതിരിക്കുന്നതിന്റെ കാരണം അറിയോ നിങ്ങൾക്ക്? ഒന്ന്, ലക്ഷ്യമില്ലായ്മയാണ് നേടാതിരിക്കുന്നതിന്റെ കാരണം. രണ്ട്, എങ്ങനെ നേടണം എന്ന അറിവില്ലായ്മ. മൂന്ന്, നേടാൻ വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറില്ലായ്മ. നാല്, നേടണമെന്ന ചിന്ത മറന്നുപോകുന്നു. ഈ 4 കാരണത്താലാണ് നേടാത്തത്. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു വീട്ടിലൊരു ഹോം ലൈബ്രറി ഉണ്ടാക്കണം. എത്ര ആള് വീട്ടിൽ ഹോം ലൈബ്രറി ഉണ്ടാക്കാൻ തീരുമാനിക്കും? ഒന്ന് കൈവക്കിയാട്ടെ. ആവട്ടെ, ഇത്ര ആളുകളേ ഉള്ളൂ. മനസ്സിലായില്ലേ? കാരണം പല ആളുകൾക്കും അതിനോട് ഉള്ള സമീപനത്തിൽ എന്തുണ്ടാവും? വ്യത്യാസമായിരിക്കും. അതൊന്നും ഇപ്പൊ നടക്കൂല, എനിക്ക് മുമ്പേ വായിക്കണ ശീലമില്ല, എനിക്ക് വയസ്സ് കാത്താട് നടക്കൂല എന്ന് തീരുമാനിച്ചാൽ അതോടുകൂടി എന്തായി? അത് കഴിഞ്ഞു. മറ്റൊന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാനുള്ളത്, പ്രത്യേകിച്ച് നിങ്ങളുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണത്തിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൈവക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നില്ല. മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇല്ലേ എന്ന് ഓരോ മാതാവും പിതാവും ചിന്തിക്കുക. പോയിന്റ് എടുത്താൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ രീതിയിൽ ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ടോ ഇല്ലേ എന്നാണ് ഒരു തീരുമാനം. അത് വേണ്ടതുണ്ടോ ഇല്ല. നിങ്ങൾ വീട്ടിൽ വെച്ച് കൂടുതൽ കച്ചറയും ബഹളവും ഉണ്ടാക്കാറുണ്ടോ? എപ്പോഴും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലേ? വെറുതെ ആലോചിച്ച് നോക്കും. അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തിയിട്ട് ഏതായാലും ആലോചിക്കൂല കേട്ടോ. വീട്ടിലെത്തിയിട്ട് ആലോചിക്കൂല, എനിക്ക് ഉറപ്പാണ് കാര്യം. നിങ്ങളും ഭർത്താവും തമ്മിൽ ബഹളം, കച്ചറ, ചീത്തർച്ചില് ഇതുണ്ടാവാറുണ്ടോ ഇല്ലേ? വെറുതെ ഒന്ന് വിലയിരുത്താം, ഉണ്ടാവാറുണ്ടോ ഇല്ല. ഉണ്ടെങ്കിൽ എന്താകണം?